ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കാമോ? ക്ലിയർ ആണ്? നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ ഗിൽഗാൽ പെന്റക്കോസ്റ്റൽ ചർച്ച് നിങ്ങളുടെ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രാരംഭമായി നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷമാ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. കാരണം ഏറ്റവും വലിയ സന്തോഷം ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് 26 വർഷങ്ങൾക്ക് മുമ്പ് വിതച്ച ഒരു വിത്ത് അത് നിങ്ങളുടെ നടുവിലുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവിൽ നമ്മുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ല. ഓർക്കാൻ, ആശ്വസിക്കാൻ, ഇതൊക്കെ പിന്നെയും മുന്നോട്ട് ഓടാൻ ഒരു പ്രചോദനമാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഇളയ മോനാണ് ഇവിടെ ഇരിക്കുന്നത്. നടുക്കിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മകളാണ്. മോള് ഒരു നാട്ടിലെ കാരുണ്യയിൽ പഠിക്കുകയാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇവിടെ ആയിരുന്നത്. അപ്പൊ വീട്ടിലോട്ട് വന്നപ്പം ഞാൻ അവരെയും കൂടെ കൂട്ടിച്ചേർത്തു. കുഞ്ഞുങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ ഒരു അവസരമാകട്ടെ എന്ന് ഞാൻ കരുതി. കാരണം നിങ്ങൾ എനിക്ക് നീണ്ട 2 മണിക്കൂറുകൾ തന്നിട്ടുണ്ട്. അപ്പം പ്രയോജനപ്പെടുത്താമെന്ന് കരുതി. അവരൊരു പാട്ട് പാടും, തുടർന്ന് മോള് തന്നെ പ്രാർത്ഥിക്കും. മോളുടെ പേര് ഫെബിൻ എന്നാണ്, മോന്റെ പേര് അബീൽ. എനിക്കൊരു മോളുണ്ട്. ആക്ച്വലി ഈ മീറ്റിംഗ് ഹാർവസ്റ്റ് ടിവിയിലോട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ടെലികാസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം അവള് ക്യാമറയുടെ പുറകില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇന്ന് ശുശ്രൂഷിക്കുന്നത്. എനിക്ക് സന്തോഷം തരുന്ന മറ്റൊരു കാര്യം, എൻ്റെ ഫ്രണ്ട് സിസി ജോയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കർത്താവിൽ വളരെ പ്രശസ്തയായ ഒരാളും കൂടെ നമ്മുടെ നടുവിലുണ്ട്. സിസി ആൻറ്റി, സിസി ബാബു ആൻറ്റി, വീഡിയോ ഓൺ ചെയ്യാമോ? ഇറ്റ് ഈസ് റിയലി എ സർപ്രൈസ് യു ബീയിങ് വിത്ത് അസ്. ഒരു ഭയങ്കര സന്തോഷം. നിങ്ങൾക്കറിയാം, സിസി ആൻറ്റി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാ. എന്നോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ട് ജോയിൻ ചെയ്തതാ. താങ്ക് യു സോ മച്ച് ആൻറ്റി, താങ്ക് യു സോ മച്ച്. ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവര് കുഞ്ഞുങ്ങൾ പാടി കഴിഞ്ഞിട്ട് ആന്റി ഒരു വാക്ക് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് വേണം എനിക്ക് ശുശ്രൂഷിക്കാൻ. ആന്റി ഒത്തിരി ഇതൊരു എൻകറേജ്മെന്റ് ആണ് സീനിയേഴ്സ് ആയിട്ടുള്ളവർ അങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ സഭയ്ക്കും ഇതൊരു അനുഗ്രഹവും വിടുതലുമായി മാറും. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു പാട്ട് പാടും. Hallelujah. Let's all just close our eyes for a minute and let's just thank the Lord for this blessed day that He has given us. Amen. For helping us to gather together to praise His holy name, to bless His holy name. How great and wonderful is our Lord God Almighty. Hallelujah. Let's just sing a song to praise His glorious name. My soul, worship His holy name. Sing like never before. Oh, my soul, I will worship Your holy
10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I will worship your holy name. Bless the Lord, oh my soul, oh my soul. I worship your holy name. Sing like never before. Oh my soul, I will worship your holy name. And on that day when my strength is fading, the end draws near and my time has come, still my soul will sing your praise unending. 10,000 years and then forevermore. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I will worship your holy name. Lord, I'll worship your holy name. Hallelujah. Hallelujah. Let's just thank our Lord for this, for all the blessings that He has given us. He has been compassionate towards us. He has been slow to anger. He has been so kind, and all His goodness has followed us all the days of our life. And He has been so merciful and so graceful towards all of us. And He has fulfilled all His promises towards us. How great is His love towards us. Amen. Hallelujah. How great is His calling towards us. Hallelujah. With such desire He called us. With such power He called us, and He equipped us with all the power, with all the glorious riches in heaven. Hallelujah. When we turn back and look, when we look at our lives, we see how blessed we are in the presence of the Lord God Almighty. He is, and He always will be our Almighty Father. He is, and He always will be our loving Father. He is our Jehovah Jireh. He is our Jehovah Rapha. He is our Jehovah Nissi. He is our victor. Hallelujah. He is our victory. He will give us the flag of victory. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus, for your love towards us, for Lord Master equipping us, for Lord Master giving us your presence to live from each day, Lord Jesus. Hallelujah, Father. Hallelujah, Lord. We prepare ourselves to receive your word, Lord Master. Hallelujah. Let's all bless Shijanti to give us a blessed message, to give us the word that is from God Almighty, the living manna that is required for this day and all the days forward. Hallelujah. Over to Sisianti to pray. ഞങ്ങളെ കാണുകയും അറിയുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ നല്ല സഭയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഡെന്നിസ് ബാസിനായി സ്തോത്രം, സിസ്റ്റർ ഗ്ലാക്സിക്കായി സ്തോത്രം. കർത്താവേ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ പോകുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുമായി കൂട്ടായ്മ ആചരിപ്പാനൊക്കെ അടിയന് ദൈവം ഭാഗ്യം തന്നിട്ടുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവേ, നിന്റെ പ്രിയമകളായ ഷീജ ഇന്ന് പകൽക്കാലം അവിടെ വചനം സംസാരിക്കുമ്പോൾ ആ വചനം കർത്താവേ മഞ്ഞുപോലെ ഓരോരുത്തരുടെ മേലും വന്ന് വീഴുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അവൻ യാക്കോബിൽ ഒരു വചനം അയച്ചത് ഇസ്രായേലിൽ വന്ന് വീണു. കർത്താവേ, കേൾക്കുന്ന വചനം കർത്താവേ വലിയ രൂപാന്തരങ്ങൾ കൊണ്ടുവരുവാൻ, കർത്താവേ വലിയ വ്യത്യാസം ജീവിതങ്ങളിൽ കൊണ്ടുവരുവാൻ, ഞങ്ങൾ നിത്യതയോടുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ ഒരു പടി കൂടെ ഞങ്ങളൊന്ന് കയറി നിൽക്കുവാൻ കർത്താവേ നീ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ പ്രിയമകളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ മധ്യത്തില് പ്രിയ കുഞ്ഞുങ്ങളുമായിട്ട് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി കർത്താവേ നിന്റെ മകള് സമയം ചെലവഴിക്കുമ്പോൾ ഹല്ലേലൂയ
ഇതൊന്നും വ്യർത്ഥമല്ല ഞങ്ങൾ അറിയുന്ന കർത്താവേ. വിതയ്ക്കുന്ന വിത്തുകൾക്ക് 30, 100, 60 മേനി ഫലം തരുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാട്ടുപാടിയ മോളെ ഏൽപ്പിക്കുന്നു, മോനെ ഏൽപ്പിക്കുന്നു കർത്താവേ, ക്യാമറയുമായി നിൽക്കുന്ന മകളെ ഏൽപ്പിക്കുന്നു, വിദൂരതയിൽ പഠിക്കുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമായി, ഹല്ലേലൂയ, നിത്യജീവങ്ങളിലേക്ക് വിളവ് കൂട്ടി വെക്കുന്ന ഒരു കുടുംബമായി അനേകരെ കർത്താവെ ആത്മീയമായി ഉണർത്തപ്പെടുവാൻ തക്കണം സ്വർഗം സഹായിക്കണം. ഇതുപോലെ കാലം സംസാരിക്കാൻ പോകുന്ന വചനം അനേകർക്ക് വിടുതലായി തീരട്ടെ കർത്താവേ, അനേകർക്ക് ആശ്വാസമായി തീരട്ടെ കർത്താവേ, അനേകർക്ക് തണുപ്പായി തീരട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. Praise the Lord. Praise the Lord. Praise the Lord. Thank you so much. എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ നടുവിലുണ്ട്. വളരെയധികം ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ നടുവിൽ. ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു ഡിഫറെന്റ് ടൈം സോണിലെ മൈലുകൾക്ക് ഇപ്പുറത്ത് ഒക്കെയാണ് ആയിരിക്കുന്നത്. പക്ഷെ ശക്തമായ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. എല്ലാറ്റിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ 29 വർഷങ്ങളായി വചനം ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യവും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പരിചയത്തിലോ തഴക്കത്തിലോ ഒന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള ഒരു ശുശ്രൂഷ അത് നടക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടെങ്കിൽ മാത്രമേ, ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പ്രയോജനമാകത്തുള്ളൂ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയുടെ ഒരു പ്രസംഗം കേൾക്കാനായിട്ടിരിക്കരുത്. ഇത് ദൈവത്തിന്റെ വചനം അനുഭവിക്കാനായിട്ടിരിക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടിരിക്കണം. കർത്താവേ, എന്റെ വിഷയങ്ങൾക്ക് ഒരു വിടുതൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്നെ നിത്യതയിലേക്ക് ഒരുക്കുന്ന സമയങ്ങളാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യും. സകല മഹത്വവും ഞാൻ അറുക്കപ്പെട്ട കുഞ്ഞാടിന് കൊടുക്കുന്നു. ആയിരിക്കുന്നത് മുഴുവൻ കർത്താവിന്റെ കൃപയാ, ആയിരിക്കുന്നത് മൊത്തം കർത്താവിന്റെ കൃപയാ. കാരണം ഒരിക്കലും ഇതുപോലെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി ഞാൻ ആയിരിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാത്ത നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവ് ഇതുവരെയും നിർത്തി, ഇതുവരെയും സഹായിച്ചു, ഇതുവരെയും സൂക്ഷിച്ചു. ഒത്തിരി പേർ പ്രാർത്ഥിച്ചു. എല്ലാറ്റിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു പക്ഷേ വചനം ശുശ്രൂഷിച്ച് തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും മറന്നു. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. എപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റെ മുഖം ഓർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവ് ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ചെയ്തു തീർത്ത് മടങ്ങണം. ഒന്നും ബാക്കി വെക്കാൻ ഇടയാകരുത്. അതെന്റെ ഒരു വലിയ ആഗ്രഹമാണ്. അങ്ങ് ചെന്ന് നിൽക്കുമ്പോൾ ഇന്നതും കൂടെ നിനക്ക് ചെയ്യാമായിരുന്നു എന്ന് പറയാൻ ഇടയാകാതെ വണ്ണം ഒന്നും മിസ് ചെയ്യാതെ അങ്ങ് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവൾ തന്നാലാവത് ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കർത്താവ് ഒരു ശുശ്രൂഷയെ ഏൽപ്പിച്ചു, കർത്താവിന്റെ ദാസനിലൂടെ തുടങ്ങിയതാണ്. അത് തുടരാൻ കർത്താവ് ഇതുവരെയും ഇടയാക്കി. ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ഇന്ത്യയിലെ ഏകദേശം 7 സംസ്ഥാനങ്ങളിൽ കർത്താവിന്റെ വേലക്കാരുണ്ട്. അത് ഷാലോം മിഷൻ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്താൽ ഷാലോം മിഷനെ ഓർത്ത് പ്രാർത്ഥിക്കണം, മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യാമെങ്കിൽ അനുഗ്രഹമായിരിക്കും. ഷാലോം മിഷനെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം.
1 Peter chapter 2 verse 19. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആരെങ്കിലും വായിക്കുമോ? ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാവുന്നു. നിങ്ങൾ കുറ്റം ചെയ്ത് ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. ആർക്കാണ് പ്രസാദം? 20-ാം വാക്യം പറയുന്നു, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിനു പ്രസാദം. അപ്പോൾ ആ വാക്യം ഞാൻ ഇങ്ങനെയൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ്? ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും പ്രയാസവും ദുഃഖവും വേദനയും, നിങ്ങൾ അതിനെ എന്ത് പേരിട്ട് വേണേലും വിളിച്ചു, എന്തെങ്കിലുമൊക്കെ സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. ഞാൻ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരുന്ന കഷ്ടം, നമ്മുടെ ബുദ്ധിയിൽ ചിലതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് വരുന്ന കഷ്ടം, നമ്മുടെ ജഡത്തിന്റെ ആലോചനയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരുന്ന കഷ്ടം, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം നാം അന്യായമായി കഷ്ടവും സങ്കടവും ദുഃഖവും വേദനയും ഒക്കെ അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമാണ്. നാം ദൈവത്തെക്കുറിച്ച് ഒരു മനോബോധം നമുക്കുണ്ടായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഞാനൊരു ദൈവ പൈതലാണ്, അതുകൊണ്ട് ഞാൻ ഇതിനോട് പ്രതികരിക്കുന്നില്ല, ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് വീണ്ടും ജനനം പ്രാപിച്ച ഒരനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ചുവട് പോലും മാനുഷിക നിലയിൽ വെക്കുന്നില്ല. എത്രയോ സന്ദർഭങ്ങളിൽ ന്യായമായി നമുക്ക് ലഭിക്കേണ്ടുന്ന പലതും നഷ്ടപ്പെട്ടു പോയത് നാം കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പലപ്പോഴും നാം ചെയ്ത പല നന്മകൾക്കും പകരം തിന്മ അനുഭവിക്കേണ്ടി വന്നു. പലപ്പോഴും നാം നല്ല സാക്ഷിയോടുകൂടി, നമ്മുടെ നേർചിന്തയോടുകൂടി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ വാളുപോലെ വെളിപ്പെട്ട ചില സന്ദർഭങ്ങൾ. നാം നല്ല ഉദ്ദേശത്തോടുകൂടി നടത്തിയ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു വിസിറ്റ്, അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ചില സന്ദർഭങ്ങൾ. നാം നന്മയ്ക്കായി വരും എന്ന് ചിന്തിച്ച് പലരുടെയും ജീവിതത്തിൽ കടന്നു കയറി ചെയ്ത പല കാര്യങ്ങളും പിന്നീട് നാളുകൾ കഴിഞ്ഞപ്പോൾ എന്തിന് ഞാനത് ചെയ്തു എന്ന് നമുക്ക് തന്നെ തോന്നുന്ന വിധത്തിൽ അത് ദുഃഖമായി മാറിപ്പോയ ചില അനുഭവങ്ങൾ. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി ഏതെങ്കിലും വിധത്തിൽ നാം കഷ്ടമോ സങ്കടമോ അനുഭവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്. ഇനി ഇതിന്റെ മറ്റൊരു തലം ഞാൻ പറയട്ടെ. ഇതിന്റെ മറ്റൊരു തലം എന്താണെന്ന് വെച്ചാൽ, നാം ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു മനോബോധ നിമിത്തം ഇവിടെ ചിലത് വേണ്ടെന്ന് വെക്കുന്നു, ഇവിടെ ചില സുഖങ്ങൾ മാറ്റിവെക്കുന്നു, ഇവിടെ ചില സൗകര്യങ്ങൾ നാം ഒഴിഞ്ഞു നിൽക്കുന്നു, നാം
പലയിടങ്ങളിലും ഞെരുങ്ങിക്കൊണ്ട് നാം പല നന്മകളും മറ്റു പലർക്കും ചെയ്യുവാനായി ശ്രമിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ നാം മനഃപൂർവമായി ചെയ്തെടുക്കുമ്പോൾ പോലും നമുക്കത് അന്യായമായിട്ടുള്ള ദുഃഖമോ ഞെരുക്കമോ ഭാരമോ പ്രയാസമോ ഒരുപക്ഷെ ഒരു രോഗമോ ഒക്കെ കൊണ്ടുവന്നാലും അതോർത്ത് ഭാരപ്പെട്ടു പോകരുത്. ഇത് ചുറ്റുപാട് നിൽക്കുന്ന ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും ദൈവം നമ്മളെ നോക്കി കൈകൊട്ടുന്ന ഒരു സമയമുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് ഈ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നമുക്ക് തരുന്ന ഒരു സ്വർഗമുണ്ട്, മറന്നു പോകരുത്. അതുകൊണ്ട് ഈ നാളുകളിൽ ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെയും നമുക്ക് ശക്തിയോടെ ചെയ്യാം. ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. വിശുദ്ധ പത്രോസിന്റെ ലേഖനം വേഗത്തിൽ പഠിക്കുവാൻ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു ക്രീം നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിത് പറയുന്നത് നിങ്ങളെ വചനം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ നിങ്ങൾക്കൊരു ഉത്തേജനം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ ലേഖനങ്ങൾ പലതും വായിച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മടക്കി വെക്കുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വചനം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഈ 5 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ കോമൺ ആയിട്ട് കാണുന്ന ഓരോ അധ്യായത്തിലും കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എഴുതിയെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് അതങ്ങനെ ചെയ്യാം, എഴുതിയെടുക്കാം. ഈ 5 അധ്യായങ്ങളിലും ജീവനുള്ളത് എന്ന് പറഞ്ഞ്, ലിവിങ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. 5 അധ്യായങ്ങളും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ലിവിങ് ഹോപ്പ് കാണാനായിട്ട് കഴിയും, ജീവനുള്ള പ്രത്യാശ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശ ജീവനുള്ളതായിരിക്കുന്നത്? നമ്മുടെ പ്രത്യാശ ജീവനുള്ളതിന്റെ കാരണം നാം മരിച്ച് അടക്കപ്പെട്ട് എന്നോ തീർന്നുപോയ ഒരുവനിലല്ല പ്രത്യാശ വെച്ചിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൽ നാം പ്രത്യാശ വെച്ചിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രത്യാശയും ജീവനുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ലിവിങ് ഹോപ്പ്. മാത്രമല്ല, നാം പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ തീർന്നു പോകുന്ന എന്തെങ്കിലും ഒന്നിലല്ല, ഒരു ഇറ്റേണൽ ആയിട്ടുള്ള നിത്യജീവനിലേക്കുള്ള ഒരു പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഇതൊരു ലിവിങ് ഹോപ്പാണ്. 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ എന്നവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ലിവിങ് സ്റ്റോൺസ്. ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ള പ്രത്യാശ അകത്തുള്ള ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചലിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ഡൈനാമിക് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ലിവിങ് സ്റ്റോൺസ് ആയിരിക്കണം. ആ ഒരു ആത്മീയ ഗ്രഹമാണ് അവിടെ പണിയുന്നത്. ജീവനുള്ള ആത്മീയ യാഗമാണ് അതിനകത്ത് നടക്കുന്നത്. ആ ആലയത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അതിന്റെ മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തു, ശ്രേഷ്ഠമായത്, മാന്യമായത്, ശോധന ചെയ്യപ്പെട്ട ആ കല്ലിനോട് ചേർത്ത് വെച്ച് പണിയുന്ന ഞാനും നിങ്ങളും ജീവനുള്ള കല്ലുകളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആ 2-ാം അധ്യായത്തിൽ നമ്മളെ കുറിച്ച് ലിവിങ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് വായിക്കാൻ കഴിയും, ഹല്ലേലൂയ, സ്തോത്രം, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ലിവിങ് ഗ്രേസിനെ കുറിച്ച് നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. ലിവിങ് ഗ്രേസിനെ കുറിച്ച്, ജീവിക്കുന്ന ഒരു കൃപ,
അതിനെക്കുറിച്ച് നമുക്ക് ആ അധ്യായത്തിൽ പഠിക്കാൻ കഴിയും. നാലാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. അപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരു അനുഭവം, ഒരു ലിവിങ് ക്രിസ്ത്യനെ കുറിച്ച് 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഒരു ലിവിങ് റെസ്റ്റോറേഷനെ കുറിച്ച് നമുക്ക് 5-ാം അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. ലിവിങ് ഹോപ്പ്, ലിവിങ് സ്റ്റോൺസ്, ലിവിങ് ഗ്രേസ്, ലിവിങ് ക്രിസ്ത്യൻ ആൻഡ് ലിവിങ് റെസ്റ്റോറേഷൻ. ഈ 5 അധ്യായങ്ങളിലൂടെ ഈ ഒരു ആംഗിളിലൂടെ ഈ 5 അധ്യായം ഒന്ന് പഠിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. ഇതിനകത്ത് കാണുന്ന മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 19-ാം വാക്യം, 23-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ ബീയിങ് ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് നമുക്ക് ഈ 1-ാം അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ലിവിങ് സ്റ്റോൺസിനെ കുറിച്ച് പഠിക്കുന്ന അധ്യായത്തിൽ ബീയിങ് ബിൽറ്റ്, പണിയപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിലേക്ക് പോയാൽ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 5-ാം വാക്യം, 8-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഇതെല്ലാം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ബീയിങ് സബ്മിസീവ്, കീഴടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ പോകത്തില്ല. മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം, അത് വളരെ സമയമെടുത്ത് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. എന്നാൽ അതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ബീയിങ് സാങ്ക്ടിഫൈഡ്, വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എന്താ പറയുന്നത്? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കണം. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ പറയുകയാണ്, നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ അവിടെ പിശാചിനെ ജയിക്കേണ്ടുന്നതിനെ കുറിച്ചുള്ള ഒരു ആവശ്യകത അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സോ ബീയിങ് വിക്ടോറിയസ്, എങ്ങനെ ഒരു ജയാളിയായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും എന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. ബീയിങ് ബോൺ അഗെയിൻ, ബീയിങ് ബിൽഡ്, ബീയിങ് സബ്മിസീവ്, ബീയിങ് സാങ്ക്ടിഫൈഡ് ആൻഡ് ബീയിങ് വിക്ടോറിയസ്. മറ്റ് ഒരു കാര്യം നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നത്, യേശു ക്രിസ്തുവിനെ ചില പ്രത്യേക രീതിയിൽ ഓരോ അധ്യായവും നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 19-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ജീസസ് ദ റെഡീമർ, വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവന്ന് കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ ആ രക്തത്തെ കുറിച്ചൊക്കെ നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. അപ്പം ജീസസ് ദ റെഡീമർ, വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് ആഴത്തിൽ അതിനകത്ത് നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ 2-ാം അധ്യായത്തിന്റെ 4, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജീസസ് ദ കോർണർ സ്റ്റോൺ, മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തു, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ജീസസ് ദ ലോർഡ്, 3-ാം അധ്യായത്തിൽ 5-ാം വാക്യം, 18-ാം വാക്യം, 22-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ജീസസ് ദ ലോർഡ്. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാം അധ്യായത്തിന്റെ
5-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എന്താണ് പറയുന്നത്? ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കുന്നത്. ജീസസ് ദ ജഡ്ജ്, ന്യായകർത്താവായി വരുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ഇടയശ്രേഷ്ഠനായ ക്രിസ്തു, ജീസസ് ദ ചീഫ് ഷെപ്പേർഡ്, ഇടയശ്രേഷ്ഠനായ ക്രിസ്തുവിനെ നമുക്ക് 5-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. സോ ജീസസ് ദ റിഡീമർ, ജീസസ് ദ കോർണർസ്റ്റോൺ, ജീസസ് ദ ലോർഡ്, ജീസസ് ദ ജഡ്ജ് ആൻഡ് ജീസസ് ദ ചീഫ് ഷെപ്പേർഡ്. ഇങ്ങനെ 5 വിധത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇനിയും ഈ 5 അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയം ദൈവവചനം, വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം 5 അധ്യായങ്ങളിലും ചില വ്യത്യസ്തമായ തലത്തിൽ ദൈവവചനത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, 25-ാം വാക്യം അത് വായിക്കുമ്പോൾ, the word of God as imperishable seed, നശിച്ചു പോകാത്ത വിത്തായിട്ട് ദൈവവചനത്തെ അവിടെ പഠിപ്പിച്ചിരിക്കുന്നു. ഇംപെരിഷബിൾ സീഡ്. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, വേർഡ് ഓഫ് ഗോഡ് ആസ് പ്യോർ മിൽക്ക്, മായമില്ലാത്ത പാലായിട്ട് നമുക്ക് ദൈവവചനത്തെ പഠിക്കാൻ കഴിയും. 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പല ഭാഗങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ, വേർഡ് ഓഫ് ഗോഡ് ആസ് എ ഡിസിപ്ലിനിങ് ഫാക്ടർ, നമ്മളെ ശിക്ഷിച്ച് നടത്തുന്ന, നമുക്ക് ശിക്ഷണം തരുന്ന ഒന്നായി ദൈവവചനത്തെ നമുക്ക് 3-ാം അധ്യായത്തിൽ പഠിക്കാൻ കഴിയും. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം അതിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രീച്ചിങ് ഗോസ്പെലായിട്ട്, പ്രൊക്ലെയിം ചെയ്യപ്പെടുന്ന സുവിശേഷമായിട്ട് നമുക്ക് ദൈവവചനത്തെ പഠിക്കുവാനായിട്ട് കഴിയും. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അവിടെ നമുക്ക് ഈ ആടുകളെ കുറിച്ച്, ഇടയനെ കുറിച്ച്, ആടുകളെ ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആ അധ്യായത്തിൽ പഠിക്കുന്ന ഒരു എഡിഫൈങ് ഫാക്ടർ, നമ്മളെ നമുക്ക് ആത്മീയ വർധന വരുത്തുന്ന, നമുക്ക് വളർച്ച വരുത്തുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്ക് ദൈവവചനത്തെ 5-ാം അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വേർഡ് ഓഫ് ഗോഡ് as imperishable seed, as pure milk, as a disciplining factor, as a preaching or proclaiming gospel and an edifying factor. അങ്ങനെ ഈ വചനത്തെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇനിയും ഈ 5 അധ്യായങ്ങളിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു വേർഡാണ് പരിശോധന, അല്ലെങ്കിൽ ട്രയൽസ് എന്ന് പറയുന്ന ഒരു വിഷയം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നാം ഇന്ന് വായിച്ച ആ ഭാഗം ഈ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. ട്രയൽസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഭാഗമാണ്. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 9-ാം വാക്യം, 12-ാം വാക്യം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കുമ്പോൾ, ട്രയൽസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പരിശോധന എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഈ ട്രയൽസ് ഓഫ് ഫെയ്ത്ത്, നമ്മളെ വിശ്വാസത്തിന്റെ പരിശോധന, നമ്മുടെ ആത്മാവിലാണ് നാം ഈ പരിശോധന അനുഭവിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒക്കെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം എന്താണ് പറയുന്നത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം സൗഖ്യം വന്നിരിക്കുന്നു. അവിടെ പറയുന്നത് എന്താണ്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. അപ്പോൾ പാപം സംബന്ധിച്ച് നാം
നമ്മെ തന്നെ മരിപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ പാപം സംബന്ധിച്ചുള്ള മരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അതൊരു പരിശോധനയാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ ശോധനയാണ്. അതിനകത്തൂടെ പാപം സംബന്ധിച്ച് ചിലതിനൊക്കെ അങ്ങ് മരിപ്പിക്കാനായി, നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കാനായി, കൊലോസ്യ ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ ഈ ലോകത്തിലോട്ട് ഹല്ലേലൂയ സ്തോത്രം ഉള്ള നമ്മുടെ ചില അവയവങ്ങളുണ്ട്. നമ്മുടെ ദുർമോഹം, നമ്മുടെ ജഡത്തിൽ വെളിപ്പെടുന്ന ചില കാര്യങ്ങൾ, അതിനെയൊക്കെ മരിപ്പിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യമല്ല. അത് ഭയങ്കര ശോധനയ്ക്കകത്തൂടെ പോയാലേ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അപ്പൊ ട്രയൽസ് ഓഫ് ഫ്ലഷ്, ജഡത്തിന്റെ പരിശോധന നമുക്ക് 2-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിൽ എല്ലാം മിക്സ് ചെയ്താ കിടക്കുന്ന കേട്ടെങ്കിലും കോമൺ ആയിട്ട് കാണുന്ന ഭാഗം ഞാൻ പറയുന്നുള്ളൂ. 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലുമൊക്കെ നമുക്കത് പഠിക്കാനായിട്ട് കഴിയും. ഇനി 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 17-ാം വാക്യം, 22-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 2-ാം വാക്യം, ഇവിടേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ട്രയൽസ് ഓഫ് ഡീഡ്സ്, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമുള്ള ശോധന, ആ പ്രവൃത്തികളുടെ ഒരു ശോധന നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. നാം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ചില ശോധനകൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിയും. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ട്രയൽ ആസ് എ ക്രിസ്ത്യൻ, പ്യൂരി ട്രയൽസ് എന്ന് പറയുന്നത്, അതായത് അഗ്നിശോധന. ഒരു ക്രിസ്ത്യാനിയായിട്ട് നമുക്കറിയാം 4-ാം അധ്യായം ഒരു ലിവിങ് ക്രിസ്ത്യനെ കുറിച്ച്, ഹൗ ടു ബി ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, ന്യായാധിപനായിരിക്കുന്ന കർത്താവിനെ നാം ഫേസ് ചെയ്യേണ്ടവരാണെന്നും, ഹല്ലേലൂയ സ്തോത്രം, അതിനുവേണ്ടി നമ്മളെ കേൾപ്പിക്കുന്ന സുവിശേഷം ഉണ്ടെന്നും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യായമാണ് 4-ാം അധ്യായം. ആ 4-ാം അധ്യായത്തിൽ ട്രയൽസ് ഓഫ് എ ക്രിസ്ത്യൻ, ആ ട്രയൽസ് ഓഫ് എ ക്രിസ്ത്യൻ, ഒരു ക്രിസ്ത്യാനിയുടെ ശോധനയെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വേർഡ് അഗ്നിശോധന എന്ന. അഗ്നിശോധന, തീയുടെ അകത്തൂടെ പോകുന്നത് പോലെയുള്ള ശോധന. ഇതിനകത്തൂടെ പോകുന്നത് നല്ലതാ കേട്ടോ. കാരണം ഈ അഗ്നിശോധനയ്ക്ക് അകത്തൂടെ പോകുമ്പോൾ നമ്മളിൽ കത്തി അഴിയേണ്ടതൊക്കെ അങ്ങ് കത്തി അഴിഞ്ഞു പോകും. ശോഭിച്ചു വരേണ്ടതെല്ലാം ശോഭിച്ച് തെളിഞ്ഞു വരും. അതിനുവേണ്ടി ദൈവം അനുവദിക്കുന്ന ഒരു ശോധനയാണ് ആ 4-ാം അധ്യായത്തിൽ നാം കാണുന്ന അഗ്നിശോധന, ട്രയൽ ആസ് എ ക്രിസ്ത്യൻ. 5-ാം അധ്യായത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. 8-ാം അധ്യായം 8-ാം വാക്യം 9-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ ട്രയൽ ഇൻ റെസിസ്റ്റിംഗ് ഡെവിൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ ട്രയൽ ഇൻ റെസിസ്റ്റിംഗ് ഡെവിൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു ശോധനയുണ്ട്. ഈ 5 അധ്യായങ്ങളിലും നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ചില വിഷയങ്ങൾ ഈ 5 അധ്യായങ്ങളിലുമുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് ഓടി വരാം. 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബി ഹോളി, വിശുദ്ധരായിരിക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ 1-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം 13-ാം വാക്യം ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. ഈ അധ്യായത്തിൽ നമ്മൾ ലിവിങ് സ്റ്റോൺ ആണ്, നമ്മൾ പണിയപ്പെടുന്ന ഒരു അനുഭവത്തിലാണ്. യേശുക്രിസ്തു ആകുന്ന ആ കോർണർ സ്റ്റോണോട് ചേർന്നാണ് പണിയുന്നത്. ആ പണിയാനായിട്ട് നാം കുടിക്കുന്ന മായമില്ലാത്ത ഒരു പാലുണ്ട്, ഹല്ലേലൂയ സ്തോത്രം. എന്ന് മാത്രമല്ല, നമ്മൾ മരിപ്പിക്കണം എന്നുള്ള വിഷയം ഇതിനകത്താണ് നാം പഠിക്കുന്നത്. അങ്ങനെ നമ്മളെ തന്നെ മരിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് യു ഹാവ് ടു ബി ഓൺ ഗാർഡ്.
എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ചില ജഡത്തിന്റെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. സോ അതിനെ തിരിച്ചറിഞ്ഞ് ഗാർഡ് യുവർ സ്പിരിറ്റ്, ബി ഓൺ ഗാർഡ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇതിനകത്തു നിന്നാണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 3-ാം അധ്യായത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എന്ത് പറയുന്നു? നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവീൻ. ബി റെഡി. എന്തിനു വേണ്ടിയാ? വഴക്കിടാനല്ല, ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ മുറിയെടുത്ത് വാദിക്കാനുമല്ല. നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നവരോട് പ്രതിവാദം പറയുവാൻ നാം ഒരുങ്ങിയിരിക്കണം. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പൂർണ്ണ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മോട് ചോദിക്കുന്നവരോട് പ്രതിവാദം പറയുവാൻ, എങ്ങനെ പ്രതിവാദം പറയണമെന്നാ പറഞ്ഞേക്കുന്നത് അവിടെ? ഭയഭക്തി പൂണ്ട് സൗമ്യതയോടെ പ്രതിവാദം പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം എരിവ് കൂടിയിട്ട് കോപിച്ച് ബഹളം വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ കേട്ടാ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല, സൗമ്യതയുടെ ആത്മാവിൽ അങ്ങനെ നമ്മൾ ചിലരോട് പറയാൻ തയ്യാറാണെങ്കിലുണ്ടല്ലോ, ഇനി എത്ര കഠിനപ്പെട്ടിരിക്കുന്നവരും ഇങ്ങി വരും. അതുകൊണ്ട് ബി റെഡി. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. അതിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയിരുത്തണം. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു, ബി ജോയ്ഫുൾ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കണം. ബി ജോയ്ഫുൾ. ഫിലിപ്പിയ ലേഖനം മൊത്തം പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് എടുത്ത് പറയുന്നത്. ബി ജോയ്ഫുൾ. കഷ്ടങ്ങളുടെ നടുവിൽ സന്തോഷിക്കാനായിട്ട് കഴിയണം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതിനകത്ത് സന്തോഷിക്കണം. നമ്മളെക്കുറിച്ച് എല്ലാ കളവും ചതിയായിട്ടൊക്കെ പറയുമ്പോ സന്തോഷിച്ച് തുള്ളാനാ കർത്താവ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് പലപ്പോഴും സന്തോഷത്തിന്റെ തുള്ളലല്ല വരുന്നത്, കോപം കൊണ്ട് പലപ്പോഴും നമ്മൾ തുള്ളിപ്പോകുന്ന അനുഭവമാണ്. പലപ്പോഴും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദം ക്രിസ്തു നിമിത്തം പറഞ്ഞാൽ അങ്ങനെയാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വേണ്ട, അങ്ങനെ അതിനോട് നമുക്ക് പ്രതികരിക്കേണ്ട. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ജീവിതത്തിന്റെ ഈ യാത്രക്കിടയിൽ ഒത്തിരി അനുഭവങ്ങളുടെ ഒരു സമ്പത്തും കൂടെ കർത്താവ് തന്നിട്ടുണ്ട്. ഒത്തിരി പേരുടെ മുമ്പിൽ, പലതിന്റെയും മുമ്പിൽ എല്ലാവരും കൂടെ ചേർന്ന് വിരൽ ചൂണ്ടിയ ധാരാളം സമയങ്ങൾ ജീവിതത്തിൽ മുമ്പിലുണ്ട്. ജീവിതത്തിന്റെ ആ ഒരു പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഉണ്ട്. പക്ഷേ കൃപയാൽ ആ പറഞ്ഞവരോടൊന്നും ഒരു ഹൃദയത്തിൽ ഒരു വിരോധമില്ലാതെ അതിനകത്തൊക്കെ ഇതിനു വേണ്ടി എനിക്കൊരു പ്രതിഫലം കർത്താവ് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷത്തോടെയൊക്കെ അതിനെ നേരിടാൻ കർത്താവ് കൃപ തന്നു. ദൈവമക്കളെ, കർത്താവ് കൃപ തന്നു. അത് അനുഭവിച്ചിട്ടാ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ, അത് അനുഭവിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമുക്ക് കഴിയും. നമ്മളെ കൊണ്ട് ഇത് സാധ്യമാണ്. അവിടെ 4-ാമത്തെ വാക്യത്തിൽ ബി ഹോസ്പിറ്റബിൾ, ബി ഗുഡ് സ്റ്റുവേർഡ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇത് ബൈബിൾ സ്റ്റഡി അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒക്കെ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോകാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി, നിങ്ങൾക്കൊരു ഉത്തേജനം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ബി ഓൺ അലേർട്ട്. വളരെ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ നടക്കുന്നത് കൊണ്ട് നാം ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം, അലേർട്ടായിരിക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് 5-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഞാനൊരു ഔട്ട്ലൈൻ ഈ പുസ്തകത്തെ കുറിച്ച് തന്നു എന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കറിയാം ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വചനം പഠിക്കാനുള്ള ഒരവസരം
കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. വിഷയത്തിലേക്ക് വരാം. നമ്മൾ എടുത്ത ഭാഗം വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമാണ്. എന്താണ് നാം വായിച്ചത്? ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണെന്നാണ് നാം വായിച്ചത്. ഞാൻ സാധാരണ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാകാൻ ഈ ഒരു കാര്യത്തിലൂടെ കടന്നുപോയ ആരെങ്കിലും ഒന്ന് പഠിക്കുന്നതാ നമുക്ക് എളുപ്പം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം അങ്ങ് പെട്ടെന്ന് മനസ്സിലാകും നമുക്ക്. അതിനുവേണ്ടി പഴയ നിയമത്തിലെ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോവുകയാണ്. ഇനി ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു കഴിയുമ്പം ഈ ആളെക്കുറിച്ച് ഒത്തിരി കേട്ടതാന്ന് പറഞ്ഞ് മനസ്സും പുസ്തകവും അടച്ചു വെക്കരുത്. ഒരു തുറന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കണം. ഇവിടെ അന്യായമായി കഷ്ടവും ദുഃഖവും വേദനയും പഴിയും ദുഷിയും ഒക്കെ അനുഭവിച്ച പഴയ നിയമത്തിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾ ആ പുസ്തകം എടുത്തു വെച്ചതാണ് എന്ന് എനിക്കറിയാം. ജോസഫ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതലാണ് നമുക്ക് ജോസഫിനെ കാണാൻ കഴിയുന്നത്. ഞാൻ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ജോസഫ് പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ നിഴലായി നിൽക്കുന്ന ഒരാളാണ്. യേശു ക്രിസ്തുവിന്റെ നിഴലായി ജോസഫ് പഴയ നിയമത്തിൽ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ജോസഫിന്റെ ജീവിതവും യേശു ക്രിസ്തുവിന്റെ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്തി പഠിക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് ഒരു 30 കൂട്ടം കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള താരതമ്യം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, 30 കാര്യം കൂടെ ഞാൻ പറയത്തില്ല. ദൈവമേ, ഈ സിസ്റ്റർ നീ എപ്പോ അവസാനിപ്പിക്കും എന്നോർത്താണോ നിങ്ങൾ ഇരിക്കുന്നത്? എനിക്ക് 2 മണിക്കൂർ വന്നിട്ടുണ്ട്, 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എന്തിനാണ് ജോസഫ് ഈ കഷ്ടത്തിലൂടെ പോയത്? ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, നൗ ഇസ്രായേൽ ലവ്ഡ് ജോസഫ് മോർ ദാൻ ഓൾ ഹിസ് ചിൽഡ്രൻ. എല്ലാ മക്കളെക്കാളും കൂടുതൽ ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ് ജോസഫിനെ സ്നേഹിച്ചു. ഇതല്ലയോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? ഈ അപ്പൻ ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കാതിരുന്നിരുന്നെങ്കിൽ, ഇനി അകത്ത് സ്നേഹം ഉണ്ടെങ്കിലും എങ്ങനെയും ബാക്കിയുള്ള മക്കളുടെ മുമ്പിൽ വെച്ച് ഇതങ്ങ് പ്രകടിപ്പിക്കാതിരുന്നിരുന്നു എങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നത്തിനകത്തോട്ട് ജോസഫ് ചെന്ന് വീഴത്തില്ലായിരുന്നു. പക്ഷെ അവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, ഇദ്ദേഹം ബാക്കി എല്ലാ മക്കളെക്കാളും കൂടുതൽ ജോസഫിനെ സ്നേഹിച്ചു എന്ന് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് ഇത് പ്രകടിപ്പിച്ചു എന്നുള്ളതാ. വീട്ടിനകത്തും പുറത്തും അവർ ഒരുമിച്ചായിരുന്നപ്പോഴും എല്ലാം അപ്പൻ ഇത് പ്രകടിപ്പിച്ചു. വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഒക്കെ പ്രകടിപ്പിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അവന് മാത്രം ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തത്. ബാക്കി കളർഫുൾ ട്യൂണിക് എന്നാ പറഞ്ഞിരിക്കുന്നത്, ബാക്കി ആർക്കും ഇല്ലാത്തത് ഈ പുള്ളിക്ക് കൊടുത്തു. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും, യേശു ക്രിസ്തുവും ജോസഫും, അവരുടെ അപ്പന്റെ പ്രിയ പുത്രന്മാരായിരുന്നു. രണ്ടുപേരെയും ഒരുപോലെ അവരുടെ സഹോദരന്മാർ ദ്വേഷിച്ചു.
ജോസഫിനെ കുറിച്ച് പഠിക്കുന്നത് അവനെ പകച്ചു, അധികം പകച്ചു, ദ്വേഷിച്ചു, അവനോട് സമാധാനമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് കിട്ടുന്നത്. 37-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 5-ാം വാക്യം, 11-ാം വാക്യം, ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ they hated me without a cause, കാരണം കൂടാതെ അവരെന്നെ പകച്ചു എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജോസഫിനെ സഹോദരന്മാർ പകച്ചതുപോലെ തന്നെ യേശുവിനെയും പകച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രോഫസിയാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. he shall grow up before him like a root out of a dry ground. അവൻ വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെ ഇരിക്കും എന്നൊരു പ്രോഫസി യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ജോസഫിന്റെ ജനനം രൂപേന്റെ സമയത്താകത്തില്ലായിരുന്നു? യാക്കോബിന്റെ നല്ല യൗവനത്തിൽ? അതല്ലായിരുന്നോ കുറച്ചുകൂടെ ബെറ്റർ? അങ്ങനെ ആയിരുന്നെങ്കിൽ ജോസഫ് പറയുന്ന അനുസരിച്ച് ഇവരെല്ലാം നിന്നേനേവല്ലോ. ഇതിപ്പോ ഇവൻ ഇളയതായി പോയത് കൊണ്ടല്ലേ. ജോസഫ് തന്റെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണെന്ന് 37-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു, ഒരു നിലയെങ്കി അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യാക്കോബിന്റെ വാർദ്ധക്യത്തിൽ ജോസഫ് ജനിച്ചത് എന്തുകൊണ്ടാണ്? യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രോഫസി, വരണ്ട നിലത്ത് നിന്ന് മുളച്ചു വരുമെന്ന് പറയുന്ന ആ പ്രോഫസി, അതിന്റെ നിഴലായിട്ട് ജോസഫ് ആകണമെങ്കിൽ ഇവിടെ ആ വാർദ്ധക്യത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിടുകയാണ്. നമുക്ക് ഓക്കെ, 37-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 19. അത് വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്താണ്? 19-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ, നാം അവനെ കൊന്നൊരു കുഴിയിൽ ഇട്ടുകളകാം. അപ്പം സ്വപ്നക്കാരൻ, അതായത് ഔട്ട് ഓഫ് മൈൻഡ്, അതായത് സ്വപ്നലോകത്താണ് ജീവിക്കുന്നത്. ചുമ്മാ ഏതാണ്ടൊക്കെ കുറെ സ്വപ്നം കാണുന്നു, ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നു, ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്നും ഇല്ല. അവനെ ഒരു നിസ്സാരനായിട്ട് കണ്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന, ഹിസ് ഓൺ പീപ്പിൾ വെന്റ് ഔട്ട് ടു ലേ ഹോൾഡ് ഓഫ് ഹിം, ഫോർ ദേ സെഡ് ഹി ഈസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്. യേശുവിനെ കുറിച്ചും സഹോദരന്മാർക്ക്, യഹൂദന്മാർക്കുണ്ടായിരുന്ന ഒരു കമന്റ് ഇതായിരുന്നു, ഹീസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്. അവന് നല്ല ബോധമൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്നുള്ള ഒരഭിപ്രായം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അവനോട് നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്നു വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിൽ എത്തി. ഇവിടെ അപ്പനാൽ അയക്കപ്പെടുന്ന ഒരു ജോസഫ്. ഞാൻ ചോദിക്കട്ടെ, ഈ ജോസഫിന് ഈ യാക്കോബിന് അറിയത്തില്ലായിരുന്നോ ഇവന്റെ സഹോദരന്മാർക്ക് ഇവനെ ഇഷ്ടമല്ലെന്ന്? ഒരവസരം കിട്ടിയാൽ ഇവനെ ഉപദ്രവിക്കുമെന്നുള്ളത് യാക്കോബിന് അറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. യാക്കോബിന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും സഹോദരന്മാരുടെ സുഖം അന്വേഷിക്കാൻ ജോസഫിനെ വിട്ടു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ ഒരു ഉപമ നമുക്ക് വായിക്കാൻ കഴിയുന്നു. The owner of the vineyard said, what shall I do? I will send my beloved son. മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ പറഞ്ഞു, ഇനി ഞാൻ എന്തോ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ പുത്രനെ അവരുടെ അടുക്കിലേക്ക് അയക്കും. യേശുക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഉപമ പറഞ്ഞതാണ്
ഈ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടുപേരും അവരുടെ പിതാവിനാൽ അയക്കപ്പെട്ടവരാണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, എത്ര ഭംഗിയായിട്ടാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാക്കുകൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് ഓർത്തെ. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിന്റെ 13 വാക്യവും സങ്കീർത്തനങ്ങൾ 40:7 എബ്രായ ലേഖനം 10:7 Genesis chapter 37 verse 13 Psalms 40 verse 7 Hebrews 10 verse 7 ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ 37 അധ്യായത്തിന്റെ 13 വാക്യം എന്താണ് പറയുന്നത്? വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞതിന് അവൻ അവനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് നമുക്ക് വായിക്കുന്നത് he said to him here am I, ഞാൻ പോകാം. 40 സങ്കീർത്തനവും എബ്രായ ലേഖനം 10 അധ്യായവും വായിക്കണം കേട്ടോ. Behold, I have come. It's written in the scroll. Here I am. I have come to do your will. സങ്കീർത്തനത്തിൽ I am delighted to do your will. ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു എന്നേ പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ. പക്ഷെ എബ്രായ ലേഖനത്തിലേക്ക് വന്നപ്പം ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. I have come to do your will എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കേട്ടോ. അതും വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു ഹിയർ ഐ ആം, ഞാൻ പോകാം. ജോസഫും പറഞ്ഞു, യേശുവും പറഞ്ഞു ഞാൻ പോകാം. ഇവിടെ ജോസഫിനോട് ശേഖേം വരെ പോയി അന്വേഷിക്കാനാ പറഞ്ഞത്. ശേഖേമിൽ ആടിനെ മേയ്ക്കുന്നുള്ള 37 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരുത്തൻ ജോസഫിനോട് പറഞ്ഞു, നാം ദോഥാനോളം പോക എന്നവർ പറയുന്നത് ഞാൻ കേട്ടു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇദ്ദേഹം തിരിച്ച് അപ്പന്റെ വീട്ടിലോട്ട് പോകായിരുന്നു. അപ്പന്റെ വീട്ടിൽ ചെന്നിട്ട് ജോസഫിന് പറയാമായിരുന്നു, ഞാൻ ശേഖേമിൽ പോയി, ഞാൻ അവരെ കണ്ടെത്തിയില്ല, ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. അല്ല, ജോസഫ് അപ്പന്റെ ദൗത്യം ഏറ്റെടുത്ത ഇവിടേക്ക് വന്ന ജോസഫ് തന്റെ സഹോദരന്മാരെ കണ്ടെത്തുന്നത് വരെ ദോഥാനോളം പോയി അവരെ അന്വേഷിച്ചു. ഇവിടെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫിലിപ്പിയ ലേഖനം 2:8 he humbled himself and became obedient to the point of death, even death on the cross. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താൻ ഗലീലയിൽ വന്ന് ശുശ്രൂഷിച്ച ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ഗിരിപ്രഭാഷണവും എല്ലാം നടത്തിയിട്ട് തന്റെ സഹോദരന്മാരെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. താൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം സഹോദരന്മാരെ വീണ്ടെടുക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ജോസഫ് പോവുകയാണ് ദോഥാൻ വരെ. 37 അധ്യായത്തിന്റെ 23 വാക്യം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് they stripped Joseph out of his coat. അവന്റെ വസ്ത്രം പിടിച്ചുരിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിന്റെ 28 വാക്യത്തിലും വസ്ത്രം പിടിച്ച് ഉരിയുകയാണ്. രണ്ടുപേരെയും കുഴിയിലിട്ടു. ജോസഫിനെ കുഴിയിലിട്ടു, യേശുവിനെ കല്ലറയിലിട്ടു. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ജോസഫിനെ എന്തായാലും വിൽക്കാൻ അങ്ങ് തീരുമാനിച്ചു. വിൽക്കാൻ തീരുമാനിച്ചപ്പം ഈ വസ്ത്രം പിടിച്ചുരിയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ വസ്ത്രത്തോടു കൂടി അവനെ അങ്ങ് വിറ്റാൽ മതിയായിരുന്നു. ഇച്ചിരൂടെ പൈസ കിട്ടേനെ. കാരണം ഇച്ചിരി വിലയുള്ള ഭംഗിയുള്ള ഒരു ട്യൂണിക്കാണത്. അപ്പോൾ അത് വിറ്റിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാശ് കിട്ടിയേനെ. എന്തിനാ ഇത് വസ്ത്രം പിടിച്ചുരിഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ വസ്ത്രവും പിടിച്ചുരിയുമെന്നറിയാമായിരുന്നത് കൊണ്ട് ദൈവം അത് അനുവദിച്ചു. ജോസഫിനെ എന്തിനാ കുഴിയിലിട്ടെ? ജോസഫിന്റെ സ്വപ്നത്തിനകത്ത് ഈ കുഴിയില്ല. തന്നെയുമല്ല, ജോസഫിനെ എന്താണേലും വിൽക്കാൻ പോവുക. ഇവനെ പിടിച്ചു കെട്ടി ഒരു മരത്തിന്റെ ചുവട്ടിലോട്ട് ഇട്ടാ പോരായിരുന്നു? ആടിനെ മേയ്ക്കാനും അവർക്ക് ടെന്റ് ഉണ്ടാക്കാനായിട്ടുള്ള കയറും കാര്യങ്ങളും ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇവനെ കുഴിയിൽ എന്തിനാ ഇട്ടത്? ഈ ജോസഫിന്റെ ജീവിതത്തിലെ ഈ ചരിത്രം മുഴുവൻ എടുക്കുമ്പോൾ ജോസഫ് കുഴിയിൽ വീണതും കയറിയതുമായിട്ടുള്ള ആ ഒരു സംഭവത്തിന് ജോസഫിന്റെ ഈ ചരിത്രവുമായിട്ട്, ആ ചരിത്രത്തിൽ അതൊന്നും ചെയ്തിട്ടില്ല.
ആ കുഴിയിൽ വീണെന്ന് പറയുന്ന ആ സംഭവം, കുഴിയിൽ ഇട്ടെന്ന് പറയുന്ന ആ സംഭവം ഈ ചരിത്രത്തിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല, ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും ദൈവം അത് അനുവദിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അല്ലയോ ജോസഫേ, നിന്നെ ജീവനോടെയാണ് കുഴിയിലിടുന്നത്, നിന്നെ നിന്റെ സഹോദരന്മാരാണ് പിടിച്ചു കയറ്റുന്നത്. പക്ഷേ നീ യേശു ക്രിസ്തുവിനെ മരിച്ചു കുഴിയിലേക്ക് അടക്കം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതിന്റെ നിഴലായി നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ ജോസഫേ, നീ ഇതിനകത്തൂടെ പോയേ പറ്റും. ഞാൻ പറയട്ടെ, രണ്ടുപേരെയും വിറ്റു. എന്റെ ചോദ്യം, ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. യാക്കോബിന്റെ മക്കൾ അത്ര ദരിദ്രരൊന്നും ആയിരുന്നില്ല. ഒരു പെണ്ണാട്ടിൻകുട്ടിയുടെ വിലയാ ജോസഫിന് കിട്ടിയത്, 20 വെള്ളിക്കാശ്. ആർക്ക് വേണം 20 വെള്ളിക്കാശ്? 100 കണക്കിന് ആട്ടിൻകുട്ടികൾ അവരുടെ കയ്യിലുള്ളപ്പോൾ എന്തിനാ ഈ 20 വെള്ളിക്കാശ് അവരുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയത്? ഇവനെ വെറുതെ കൊടുക്കാമായിരുന്നില്ലേ? അവരുടെ കൂട്ടത്തിൽ പറഞ്ഞു വിടാമായിരുന്നില്ലേ? അല്ല ജോസഫേ, നിന്നെ നിന്റെ സഹോദരന്മാർ അങ്ങനെ വെള്ളിക്കാശ് എണ്ണി വാങ്ങിച്ചു വിൽക്കുമ്പോൾ നീ അറിയാതെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നിഴലാകുക. യേശു ക്രിസ്തുവിനെയും യൂദ 30 വെള്ളിക്കാശിന് വിറ്റു. നീ വാർദ്ധക്യത്തിലെ മകനായി ജനിക്കുമ്പോൾ നീ അതിനെക്കുറിച്ച് പരാതി പറയേണ്ട. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രോഫസി ഫുൾഫിൽഡ് ആകണമെന്നുണ്ടെങ്കിൽ നീ വാർദ്ധക്യത്തിൽ ജനിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ. നീ നിന്റെ സഹോദരന്മാരാൽ പകയ്ക്കപ്പെടുകയും അധികം പകയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നീ സങ്കടപ്പെടേണ്ട ജോസഫേ. കാരണം ഹല്ലേലൂയ, കാരണം കൂടാതെ അവരെന്നെ പകച്ചു എന്നുള്ള പ്രവചനം നിവർത്തിയാകണമെങ്കിൽ ഹല്ലേലൂയ, നീ ഇതിനകത്തൂടെ പോയേ പറ്റൂ. അതുമാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ വിറ്റ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് പറഞ്ഞേച്ചു പോകുന്നതാണ് നല്ലത്. നമ്മുടെ സൂതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഈ 20 വെള്ളിക്കാശും പോക്കറ്റിൽ ഇട്ടോണ്ടാണ് യാക്കോബിന്റെ അടുക്കൽ ചെന്നിവർ കള്ളത്തരം മൊത്തം പറഞ്ഞത്. 20 വെള്ളിക്കാശും പോക്കറ്റിൽ ഇട്ടോണ്ട് അപ്പന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ദേണ്ട നിന്റെ മകനെ പിടിച്ചു കീറിക്കൊണ്ട് പോയിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതുണ്ട് നിന്റെ മോന്റേത് തന്നെയാണോ എന്ന് നീ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഇതേ കാര്യം പുതിയ നിയമത്തിൽ സംഭവിച്ചു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആള് റോഷനെ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോറി, ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. റോഷനയുടെ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഹോസ്റ്റ് ചെയ്യുന്ന ആളിന് ചെയ്യാനായിട്ട് കഴിയും. മ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് ചെയ്താട്ടെ. ഓക്കെ, താങ്ക് യു. ഇവിടെ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യൂദ യേശുവിനെ വിറ്റ 30 വെള്ളിക്കാശും പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പുതിയ നിയമ ദൈവസഭയുടെ പരമപ്രധാനമായ ഒരു ശുശ്രൂഷയുടെ തുടക്കം നടക്കുന്ന സമയത്ത് അന്ത്യത്താഴത്തിൽ വന്ന് കൈനീട്ടിയത്. ജോസഫിനെ വിറ്റ കാശും കൊണ്ട്
സഹോദരങ്ങൾ അപ്പന്റെ അടുക്കലേക്ക് വന്നതുപോലെ ഇവിടെ ഇതാ യേശുവിനെ വിറ്റ കാശും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് യൂദാ വന്ന് സ്വർഗീയ പിതാവ് പുതിയ നിയമ ദൈവസഭയ്ക്ക് വേണ്ടി നൽകിക്കൊടുക്കുന്ന പരമപ്രധാനമായ ശുശ്രൂഷയുടെ നടുവിൽ വന്ന് അത് കൈക്കൊള്ളുകയാണ്. ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയാം. തിരുമേശയിലേക്ക് കൈ നീട്ടുന്നതിന് മുമ്പ് തന്നെത്താൻ ശോധന ചെയ്യണം. ആരെയും വിറ്റതുകൊണ്ട്, ക്രിസ്തുവിനെ വിറ്റതൊന്നും നമ്മുടെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് കർത്തൃമേശയിലേക്ക് കൈനീട്ടരുത്. പാവമില്ലാതെ പൂർണ്ണമായി ശോധന ചെയ്ത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു വേണം ആ മഹത്തരമായ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട്. അത് ദൈവമക്കൾ മറന്നു പോകരുത്. ജോസഫേ, നിന്നെ വിൽക്കുമ്പോൾ നീ അറിയാതെ യേശു ക്രിസ്തുവിന്റെ നിഴലാകുകയായിരുന്നു. ജോസഫിനെ ആ കുഴിക്കകത്തങ്ങ് ഇട്ടാൽ പോരായിരുന്നു. എന്തിനാ ഇവനെ വിറ്റത്? അതിന്റെ കാരണമുണ്ടായിരുന്നില്ലല്ലോ. ഇവരവിടെ കുഴിക്കകത്ത് ഉപേക്ഷിച്ചിട്ടങ്ങ് പോയാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ പട്ടിണി കിടന്ന് അവനവിടെ മരിച്ചുപോയേനെ. അല്ല, നിന്റെ സഹോദരന്മാർ തന്നെ നിന്നെ കുഴിക്കകത്ത് നിന്ന് കയറ്റണം. കാരണം യേശു ക്രിസ്തുവിനെ കല്ലറ കൊണ്ട് തീർക്കത്തില്ല. കല്ലറയ്ക്കകത്ത് യേശു ക്രിസ്തുവിന്റെ ശരീരം വെച്ച് അടച്ച് കല്ലുകേൻ മൂറ്റി വെച്ച് ഹല്ലേലൂയ മുദ്രയിട്ടാലും പരിശുദ്ധാത്മാവ് അവനെ ആ കുഴിക്കകത്ത് നിന്ന്, ശവക്കുഴിക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുമെന്നുള്ളതിന്റെ നിഴലായി നീ മാറണമെന്നുണ്ടെങ്കിൽ നീ ഇതിനകത്തു നിന്ന് പുറത്തു വന്നേ പറ്റൂ. ജോസഫിനെ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് അവനെ ഒരു കുറ്റവാളിയാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച്, അല്ലെങ്കിൽ ജോസഫെ നീ എന്തുകൊണ്ടാണ് ഈ അടിമച്ചന്തയിൽ നിൽക്കുമ്പോൾ എവിടോട്ടെങ്കിലും അവൻ ഓടിപ്പോകാഞ്ഞത്? അങ്ങനെ ആയിരുന്നെങ്കിൽ അവനെ പിടിച്ച് ആ കാരാഗ്രഹത്തിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് പെട്ടെന്ന് ആ സ്വപ്നത്തിന്റെ ഇതിലേക്കങ്ങ് പോകാമായിരുന്നല്ലോ. എന്തിനാ ജോസഫെ നിന്നെ ഈ പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഒരടിമയായി വിട്ടു നിന്നെ ഒരു ദാസനാക്കിയതെന്നറിയാമോ? 39-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ എന്തിനാണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 27-ാം വാക്യവും വായിക്കുമ്പോൾ I am among you as he that serveth. He took the form of a servant. അവൻ ദാസരൂപമെടുത്തു. ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു ശുശ്രൂഷക്കാരനായിരിക്കുന്നു എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ നിഴലായി നീ മാറണമെങ്കിൽ ജോസഫേ, നീ ഒരിടത്തെ ദാസനായേ പറ്റൂ. നമ്മുടെ വിഷയം മറക്കരുത്. ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാ. ദൈവമക്കളെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ പരിശോധനയും എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നിഴലുകളാക്കുകയാ. ഈ ഭൂമിയിൽ യേശുവിന്റെ ഒരു കൈ ഇവിടെ വേണം, യേശുവിന്റെ ഒരു കാൽ ഇവിടെ വേണം, യേശുവിന്റെ രൂപം ഇവിടെ വേണം, യേശുവിന്റെ ശബ്ദം ഇവിടെ വേണം. യേശുവിനെ പോലെ ഇവിടെ നിഴലായി നിലനിന്നുകൊണ്ട് ചിലരെയൊക്കെ വീണ്ടും ജനനത്തിലേക്ക് നടത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ കാലഘട്ടത്തിലും ചിലരെ വേണം. അതിനു വേണ്ടി തമ്പുരാൻ നിഴലുകളാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ചിലതിലൂടെ കടന്നു പോകാൻ അനുവദിക്കുകയാണ്. മറക്കല്ലേ, പരാതി പറയല്ലേ, സങ്കടപ്പെടല്ലേ, ദുഃഖപ്പെട്ട ഹല്ലേലൂയ മതിയെന്ന് പറഞ്ഞ് പിന്മാറല്ലേ, വയ്യെന്ന് പറയല്ലേ, പാതി വഴിക്ക് വെച്ച് ഹല്ലേലൂയ മടുത്തെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവല്ലേ. മക്കളെ, കഷ്ടവും ദുഃഖവും ശോധനയും അനുഭവിച്ച് മടുത്തു, ഇനി കഴിയില്ല, ഇനി വയ്യ എന്ന് പറഞ്ഞ് ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ
വിരോധികളാൽ ഇങ്ങനെ കഷ്ടം സഹിച്ച യേശുവിനെ ധ്യാനിച്ചോളം, യേശുവിനെ ധ്യാനിച്ചോളം. അവനേറ്റ പങ്കപ്പാടുകൾ ഓർക്കുമ്പോൾ നമ്മുടെ കഷ്ടം സാരമില്ല, സാരമില്ല. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഞാൻ പറയട്ടെ, നിന്നെ എന്തിനാ ജോസഫെ, 39 അധ്യായത്തിന്റെ 20 വാക്യം, എന്തിനാ ജോസഫെ നിന്നെ കൊണ്ടുവന്ന് അന്യായമായിട്ട് കാരാഗ്രഹത്തിൽ അടച്ചത്? രാജാവിന്റെ തടവ് പുള്ളികൾ കിടക്കുന്നിടത്ത് നിന്നെ എന്തിനാ കൊണ്ടുവന്നിട്ടത്? അവരുടെ നടുക്ക് കൊണ്ടുവന്ന് എന്തിനാ ജോസഫെ ഇട്ടത്? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായം അതിന്റെ 33 വാക്യം വായിക്കുന്നു. They crucified him between two thieves. അവൻ 2 കള്ളന്മാരുടെ നടുവിൽ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണിയെന്ന് പ്രവചനം പറയുന്നു. പ്രവചനം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ജോസഫേ, നീ കാരാഗ്രഹ പുള്ളികളുടെ കൂട്ടത്തിൽ കടന്നേ പറ്റൂ. നീ കാരാഗ്രഹത്തിനകത്ത് അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടേ പറ്റൂ. ജീവിതത്തിനകത്ത് കാരാഗ്രഹം പോലെയുള്ള അനുഭവത്തിലൂടെ പോകുന്നവരുണ്ടോ? ദൈവമേ, ഞാൻ ഇത്രയും സിൻസിയർ ആയിട്ട് നിന്നിട്ട് ഞാൻ എങ്ങനെയാ ഈ വീട്ടിനകത്ത് വന്നു പെട്ടത്? ഞാൻ ഇത്രയും ദൈവിക ബോധത്തിൽ ജീവിക്കുകയും എന്നെ തന്നെ സൂക്ഷിക്കുകയും ചെയ്തിട്ട് ഞാൻ എങ്ങനെയാ ഇങ്ങനെ ഒരു ജോലി സ്ഥലത്ത് വന്നു പെട്ടത്? ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ നിഴലായി ഭൂമിയിൽ ദൈവത്തിന് ഒരുവനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഞാനും നിങ്ങളും അതിനകത്തൂടെ പോയേ പറ്റൂ. നോക്ക്, എന്റെ മകളെ നോക്ക്, എന്റെ മകനെ നോക്ക്. ഇത്രയുമൊക്കെ ആയിട്ട് അവൻ പിടിച്ചു നിൽക്കുന്നത് നോക്ക്, അവന്റെ വിശ്വസ്തത നോക്ക് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഈ തലമുറയിൽ ഒരു ചിലരെ ദൈവത്തിന് വേണം. അന്യായമായി ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കാരാഗ്രഹത്തിലോട്ട് പോയ അനുഭവത്തിൽ കേൾക്കുന്നുണ്ടോ? സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, വേദനിക്കണ്ട. You are unknowingly becoming a shadow of Christ. യേശുവിനെ റിഫ്ലക്ട് ചെയ്യാൻ, യേശു ക്രിസ്തുവിന്റെ നിഴലാകാൻ തമ്പുരാൻ അടയാളമിട്ട വ്യക്തിയാ നീ. സങ്കടപ്പെടണ്ട, സ്തോത്രത്തോടെ അതിനകത്തൂടെ പോകാം. ദൈവമക്കളെ, ഓർത്തു നോക്കണം, വെറും ഒരു സ്വപ്നം കാണുന്നവനായിട്ട് അവൻ കാരാഗ്രഹത്തിലോട്ട് പോയത്. അവന് സ്വപ്നം കാണാനേ അറിയത്തുള്ളായിരുന്നു. പക്ഷേ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായിട്ട് അവൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നത്. ഒന്നുകൂടെ പറയാം, എന്തിനാ ഈ കാരാഗ്രഹം? എന്തിനാ ഈ ദണ്ഡനം? എന്തിനാ ഈ കുണ്ടറ? എന്തിനാ ഈ ഡഞ്ചൻ എക്സ്പീരിയൻസ്? എന്തിനാ ഈ ഇരുട്ടിന്റെ അനുഭവം? ശുശ്രൂഷയുടെ മൂർച്ച കൂട്ടാനാ കേട്ടോ. ആത്മീയ ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലോട്ട് എത്തിക്കാനാ. സ്വപ്നം മാത്രം കാണുന്ന അവസ്ഥയിലാണ് അകത്തോട്ട് പോയതെങ്കിൽ ശോധന കഴിയുമ്പോൾ പൊന്നുപോലെ പുറത്തു വരുന്നത് പോലെ, സ്വപ്ന വ്യാഖ്യാനിയായിട്ട് ജോസഫ് പുറത്ത് വന്നതുപോലെ ചിലതൊക്കെ ആയിട്ട് നമ്മൾ പുറത്തു വരും. വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്നെ ചിലതൊക്കെ ആക്കി അങ്ങ് പുറത്തു കൊണ്ടുവരും. ദൈവമക്കളെ, നമ്മുടെ സന്തതികൾ, നമ്മുടെ തലമുറ ഏതൊരു ഒരു കാരാഗ്രഹത്തിലാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അനുഭവത്തിലാണോ ഇത് കേൾക്കുന്നത്? ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ പിടിയിലായി പോയെന്ന് തോന്നുന്നുണ്ടോ?
അങ്ങനെ ഒരു വിഷമത്തിലാണോ ഇത് കേൾക്കുന്നത്? സങ്കടപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഇപ്പോൾ മിണ്ടാതിരുന്നോ, പ്രാർത്ഥിക്കുക മാത്രം ചെയ്തോ. അവരെ ഈ പ്രിസണകത്തുനിന്ന് പാലസിലോട്ട് കൊണ്ടുപോകുന്ന ഒരനുഭവമുണ്ട്. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഈ മനുഷ്യൻ ഇത്രയും കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുകയും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുകയും ഒക്കെ ചെയ്തതല്ലേ? ദൈവം യഹോവ അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം സാധ്യമായെന്നും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നതല്ലേ? പക്ഷെ എന്നിട്ടും ജോസഫിന് ഒരു ഇസ്രായേലിയ സ്ത്രീയെ ഭാര്യയായിട്ട് കൊടുത്തില്ലല്ലോ. എൻ്റെ ഒരു മനസ്സൊരു കുസൃതിയുള്ള ഒരു മനസ്സാ. ഞാനിപ്പോ ഇങ്ങനെ വചനമൊക്കെ വായിക്കുമ്പോൾ എന്നാലും കർത്താവ് അത് ചെയ്തത് ശരിയായില്ല, അങ്ങനെയൊക്കെ ഞാൻ കർത്താവിനോട് പറയാറുണ്ട്. കർത്താവിനെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല, എന്നാൽ അത് അങ്ങനെ അല്ലായിരുന്നല്ലോ ദൈവമേ വേണ്ട. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ദൈവത്തിന് കഴിയുമായിരുന്നില്ലേ? ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നൊരാജ്ഞ പുറപ്പെട്ടാൽ, ഒരു കൽപ്പന പുറപ്പെട്ടാൽ, കനാൻ ദേശത്തു നിന്ന് ജോസഫിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. ഞാനത് വിശ്വസിക്കുന്നു. കാരണം അബ്രഹാം തന്റെ മകന് വേണ്ടി എലിയാസറിനെ അയച്ച് ദൂരത്തൂന്ന് റിബേക്ക കൊണ്ടുവന്നു. അടയാളം ചോദിച്ചതുപോലെ ഒട്ടകത്തിലൂടെ വെള്ളം കോരുന്ന ഒന്നിനെ മുക്കുത്തിയും വളയമൊക്കെ ഇടിച്ച് ഇങ്ങ് കൊണ്ടുവന്നു. ആ ദൈവത്തിന് ജോസഫിന് വേണ്ടി ഒരു തലമുറയെ ഒരു ഭാര്യയെ ഒരുക്കാൻ കഴിയത്തില്ലായിരുന്നു, ഒരു മണവാട്ടി ഒരുക്കാൻ കഴിയത്തില്ലായിരുന്നു. കഴിയുമായിരുന്നു. പക്ഷെ എന്നിട്ടും എന്തേ അവന്റെ ജീവിതത്തിൽ ഒരു ജാതീയ സ്ത്രീയെ ഭാര്യയായി കൊടുത്തു? ഓനിലെ പുരോഹിതന്റെ മകൾ. എങ്കിൽ അവിടെ എന്താ പറയുന്നത്? വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്ന് വന്ന ഒരു തലമുറ, ഈ ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പെൺകുട്ടി എന്തുമാത്രം ബുദ്ധിമുട്ടി കാണും. മോശ പോയി മിദ്യാനിലെ പുരോഹിതന്റെ മോളെ കല്യാണം കഴിച്ച്, കൂശസ്ത്രീയെ കല്യാണം കഴിച്ച് എന്തെല്ലാം പെടാപ്പാട് പെട്ടു. എന്തുകൊണ്ട് ദൈവം അത് അനുവദിച്ചു? ജോസഫേ, പരാതി വേണ്ട, സങ്കടം വേണ്ട. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ആർ യു ഫേസിങ് എ ഫെയിലിയർ ഇൻ യുവർ മാരേജ്? നിങ്ങളുടെ വിവാഹം പരാജയപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്തയിലാണോ കേൾക്കുന്നത്? ഭാരപ്പെടണ്ട, തമ്പുരാൻ അതിനെ പണിയാൻ കഴിയും, നിശ്ചയമായിട്ടും കഴിയും. എന്തിനാ ജോസഫിന് ഒരു ജാതീയ സ്ത്രീയെ ഭാര്യയായിട്ട് കൊടുത്തതെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ജോസഫ് തന്റെ സഹോദരന്മാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കസ്റ്റം അനുസരിച്ച് വലിയ വിരുന്നൊരുക്കിയിട്ട് ഈ സഹോദരന്മാരെ എല്ലാം ഓർഡറിൽ അങ്ങ് ഇരുത്തി കേട്ടോ. രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരുത്തി. അതൊക്കെ കണ്ടപ്പോ ഇവര് ഞെട്ടിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു ജോസഫ് അവിടോട്ട് വന്നിരിക്കുമ്പോ അവന്റെ വലത്ത് ഭാഗത്ത് ഈ ജാതീയ സ്ത്രീയും ഉണ്ട്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായ യഹൂദന്മാർ, അവർ കുത്യവങ്കലേക്ക് നോക്കുന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, അവന്റെ രണ്ടാമത്തെ വരവിങ്കിൽ യേശു ക്രിസ്തു തന്റെ സഹോദരന്മാരെ കാണുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ യഹൂദന്മാർ കുത്യവങ്കിലേക്ക് നോക്കുന്ന ഇവൻ മെശിഹയായിരുന്നു എന്ന് പറഞ്ഞ് അവനെ അംഗീകരിക്കുന്ന, അവനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ
മുഹൂർത്തത്തിൽ ദൈവമക്കളെ ഹല്ലേലൂയ ജാതീയ സ്ത്രീകളായിരിക്കുന്ന ജാതിയിൽ നിന്നും വേർപെടുത്തിയെടുത്ത അവന്റെ മണവാട്ടി സഭയാകുന്ന ഞാനും നിങ്ങളും അവന്റെ വലത്ത് ഭാഗത്ത് കാണും. ജോസഫെ, നീ അതിന്റെ നിഴലാകണമെങ്കിൽ നീ ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ പോയേ പറ്റൂ. ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായിട്ടുള്ളതാണ് സംഭവിക്കുന്നതെന്ന് വിചാരിച്ച് പരാതിയോടെ സങ്കടത്തോടെ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, മറക്കണ്ട എന്തിന്റെയൊക്കെയോ നിഴലാകാനല്ലോ. ഹല്ലേലൂയ. ഓർത്തു നോക്കിക്കേ, യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ നിഴലാകാൻ അവൻ അത്രയും ഒരു താണ അനുഭവത്തിലൂടെ പോണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ പരാതിയും മാറ്റിവെക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ജോസഫ് എന്തിനാ, ജോസഫിന്റെ സഹോദരന്മാർ ഇങ്ങോട്ട് വരുമല്ലായിരുന്നോ? എന്തോന്നിനാ രഥം അയച്ചത്? അപ്പനെയും ബാക്കിയുള്ളവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതിന്റെ കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ സഹോദരന്മാരോട് ബെന്യാമിനെ കൊണ്ടുവരാൻ പറഞ്ഞതുപോലെ ഈ സഹോദരന്മാരോട് അപ്പനെയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞങ്ങ് വിട്ടാ പോരായിരുന്നു? നിങ്ങൾ എല്ലാവരോടും ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ രഥം അയച്ചത്? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ദൈവത്തിന്റെ ഒരു ചരട്, ഒരു നിയന്ത്രണം ഉണ്ട്. ആത്മാവിൽ ആത്മപ്രേരിതമായിട്ട് ചിലതൊക്കെ ചെയ്തിട്ട് ദൈവമേ ഞാൻ എന്തിനാ അത് ചെയ്തേന്നോർത്ത് സങ്കടപ്പെട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ചുമ്മാ ചെയ്തതല്ല. താൻ സ്നേഹിച്ച തന്റെ ഏറ്റവും പ്രിയപ്പെട്ട, തന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന ഹല്ലേലൂയ ഒരു കൂട്ടത്തെ കൊണ്ടുവരുവാൻ ജോസഫ് രഥം അയച്ചതുപോലെ ആ രഥം കണ്ടപ്പോൾ യാക്കോബിന് ഹല്ലേലൂയ ജീവൻ വെച്ചെന്ന, അവൻ ഉയിർ വീണെന്ന നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ദൈവമക്കളെ ഹല്ലേലൂയ, സ്തോത്രം. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുകയാ. അതൊരുക്കി റെഡി ആയാലുണ്ടല്ലോ ഞാൻ വന്ന് നിങ്ങളെ ചേർക്കും. അവന്റെ മേഘപ്രത്യക്ഷതയുടെ നിഴലായി രഥങ്ങൾ അയച്ചു. യാക്കോബ് പറഞ്ഞു, നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലിറക്കി. ഞാൻ ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് മരിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞ യാക്കോബ് രഥത്തെ കയറിയിട്ട് ഒരു കാര്യം പറഞ്ഞു കാണും, അങ്ങനൊന്നും ഞാൻ മരിക്കത്തില്ല, ഞാൻ എന്റെ മോനെ കാണാൻ പോവുക. അതെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവരെ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പൊങ്ങി ഉയർന്നു പോകുന്ന ഒരു നാളുണ്ട്. അതിന്റെ നിഴലാകാൻ തമ്പുരാൻ നമ്മളെ ഇപ്പൊ ചിലതിനകത്തൂടെ വിടുകയാണ്. ദൈവമക്കളെ, ജോസഫിന്റെ ജീവിതം അങ്ങനെയൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്യായമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നെങ്കിൽ, ഇനി ഞാനിപ്പൊ പറഞ്ഞത് മൊത്തം അങ്ങ് മറന്നുപോയാലും ഒറ്റ കാര്യം ഇനി പറയുന്നത് മറക്കരുത്. എപ്പോഴെങ്കിലും ഇത് ന്യായമല്ല, അന്യായമായിട്ടാണ് ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നത്, ദൈവത്തെ കുറിച്ചുള്ള ആ മനോബോധം, ഞാനൊരു ദൈവവൈതലായി പോയത് കൊണ്ട് ഞാനിത് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു ചിന്ത എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു കാര്യം ഓർത്തോണം, കർത്താവേ നിന്റെ നിഴലാകാൻ, നിന്നെ റിഫ്ലക്ട് ചെയ്യാൻ ഈ തലമുറയിൽ നീ എന്നെ കണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നെന്ന് പറയാൻ കഴിയുമോ? ക്രിസ്തുവിന്റെ ഒരു കൈയാകാൻ വേണ്ടിയാ എന്റെ കൈക്ക് ശോധന, ക്രിസ്തുവിന്റെ ഹല്ലേലൂയ മനസ്സുള്ളവരായി മാറാൻ വേണ്ടിയാ എന്റെ മനസ്സിന് ശോധന, ക്രിസ്തുവിന്റെ ഹൃദയമുള്ള ഒരു വ്യക്തിയായി നിൽക്കാൻ വേണ്ടിയോ എന്റെ ഹൃദയത്തെ പിളർക്കുന്നത് വരെ എന്റെ പ്രാണനിൽ കൂടെ ഈ വാൾകടക്കുന്ന അനുഭവത്തിലൂടെ ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇയ്യോബിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇയ്യോബ് പറയും, അന്യായമായിട്ടാ ഞാൻ ഇതെല്ലാം അനുഭവിച്ചത്. പക്ഷേ ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഇയ്യോബിന്റെ അവസാന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 42-ാം അധ്യായം കേട്ടോ, എന്നെ
ഭയങ്കരമായിട്ടും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 42-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം 8-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാ ഇയ്യോബിനെ ഇതിൻ്റെ അകത്തൂടെ എല്ലാം വിട്ടേന്നറിയാമോ? തമ്പുരാൻ ഒരു കാര്യം ഈ ലോകത്തോട് പ്രൂവ് ചെയ്യണമായിരുന്നു. എത്ര കഠിനമായ നഷ്ടങ്ങൾ വന്നാലും, എത്ര ശക്തമായ വേദനയ്ക്കകത്തൂടെ പോകേണ്ടി വന്നാലും, ഇനം കൂടെ നിൽക്കുന്നവർ, കൂടെ നിൽക്കേണ്ടുന്നവർ ഇവനെ ദൈവത്തെ തള്ളി പറഞ്ഞ് നീ അവനെ ഉപേക്ഷിച്ച് കളയെന്ന് പറയുന്ന ഒരു അനുഭവം വന്നാലും സ്നേഹിതന്മാരെല്ലാവരും കൂടെ വ്യസനിപ്പിക്കുന്ന ആശ്വാസ സ്തോത്രം സ്തോത്രം എനിക്ക് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് അവനെ നിർത്തിയിരിക്കുകയാണ്. ഇയ്യോബ് പറഞ്ഞു, ഹല്ലേലൂയ, ഇല്ല ഇല്ല, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എന്റെ ദേഹം ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, അന്യനല്ലോ, എന്റെ സ്വന്തം കണ്ണവനെ കാണും. ഇതൊരു മനുഷ്യന് പറയാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. നാം വായിച്ച വാക്യം, ആ സ്നേഹിതന്മാരെല്ലാവരും അവന്റെ അടുക്കലേക്ക് വന്ന് ഹല്ലേലൂയ, സ്തോത്രം, യാഗം കഴിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർ യാഗം കഴിക്കാനായിട്ട് വരും. അന്നേരം അവർ യാഗം കഴിച്ച്, എനിക്ക് യാഗം കഴിച്ചു കഴിയുമ്പോൾ നീ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഇയ്യോബിനോട് ദൈവം നേരത്തെ പറഞ്ഞില്ല. ദൈവത്തിന് ഇയ്യോബിനെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവൻ എന്റെ സന്തതിയായി, ഇവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, ഇവൻ കയ്പ് വെച്ചോണ്ടിരിക്കത്തില്ല, ഇവൻ ആ സമയത്ത് എന്നെ ഇത്രയും വ്യസനിപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇവരെ ഒന്നും അനുഗ്രഹിക്കാൻ പോത്തില്ലെന്ന് പറയത്തില്ലെന്ന് ഇയ്യോബിനെ കുറിച്ച് അറിയാം. അതൊന്ന് തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയാ ഇയ്യോബിനെ ഈ കഷ്ടത്തിനകത്തൂടെ വിട്ടിട്ട് ഹല്ലേലൂയ അവനോട് പറയാതെ അവന്റെ സഹോദരന്മാർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്. അന്യായമായ കഷ്ടവും സങ്കടവും അനുഭവിക്കുമ്പോൾ നാം ഈ ലോകത്തിന്റെ മുമ്പിൽ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ചില ഉറപ്പുകൾ തെളിയിക്കുകയാ. ഞാനും നിങ്ങളും അറിയാതെ ചിലതൊക്കെ വിളിച്ചു പറയുമ്പോൾ, തമ്പുരാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്നും, എന്റെ ജാമ്യക്കാരന്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ടെന്നൊക്കെ ഇയ്യോബ് വിളിച്ചു പറയുമ്പോൾ, ദൈവമക്കളെ, ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഈ വാക്യങ്ങൾ പറഞ്ഞാശ്വസിച്ചു. എന്റെയും നിങ്ങളുടെയും അധരത്തിലൂടെ വരുന്നത്, എന്റെയും നിങ്ങളുടെയും പ്രവർത്തിയിലൂടെ വരുന്നത്, എന്റെയും നിങ്ങളുടെയും കണ്ണുകളിലൂടെ വരുന്നത് പലതും ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, അനേകരുടെ ഉറപ്പിന് വേണ്ടിയാ നമ്മളെ ഇതിനകത്തൂടെ തമ്പുരാൻ വിടുന്നത്, ചിലതിനെ ഉറപ്പിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഒരു ഭാഗം കൂടെ പറഞ്ഞ ഹല്ലേലൂയ ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം, 27-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചേ, 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്തെന്ന് അവൻ അവരോട് ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ചു. 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം: പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. ദൈവമക്കളെ, മഹാപുരോഹിതന്മാരുടെ ആഗ്രഹം, അവിടെ കൂടി വന്ന ജനത്തിന്റെ റിക്വസ്റ്റ് എല്ലാം അവനെ ക്രൂശിക്കണമെന്നേ ഉള്ളായിരുന്നു. ഇവരാവശ്യപ്പെട്ടത് ക്രൂശീകരണത്തിന് ഞങ്ങൾക്കൊരു അവസരം തരാനാ. പക്ഷേ പീലാത്തോസ് എന്താണ് വിധിച്ചത്? 26-ാം വാക്യം: അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ
ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഇവര് ചെയ്തത് എന്തൊക്കെയാ? ഇവന്റെ വസ്ത്രം പിരിച്ചുരിഞ്ഞു. ഓക്കെ, ചമ്മട്ടി കൊണ്ട് അടിക്കാൻ വേണ്ടി ഉരിഞ്ഞതാണെന്ന് വെച്ചോ, ഒരു ചുമന്ന മേലങ്കി ധരിപ്പിച്ചെന്ന് പറയുന്നു. പക്ഷേ അല്ലയോ സഹോദര, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് ഇവന്റെ തലയിൽ വെക്കാൻ ഏത് പീലാത്തോസാ നിനക്ക് അനുവാദം തന്നത്? അത് ചെയ്തിട്ട് പീലാത്തോസേ എന്താ നീ മിണ്ടാഞ്ഞത്? അന്യായമായി പോയില്ലേ? നീ വിധിച്ച വിധിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമല്ലേ നടക്കുന്നത്? ഇവന്റെ മേൽ തുപ്പാൻ, തലയിൽ കോൽ കൊണ്ടടിക്കാൻ ആരാ നിനക്ക് അനുവാദം തന്നത്? അന്യായമല്ലേ അത്? ന്യായമില്ലാത്ത ഒരു കാര്യമല്ലേ? ഏതെങ്കിലും ഒരു ശിക്ഷയല്ലേ പാടുള്ളൂ? ഒന്നുകിൽ ചമ്മട്ടി കൊണ്ടടിക്കണം, അല്ലെങ്കിൽ ക്രൂശിക്കണം. ഏത് റോമൻ നിയമമാണ് നിന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യിപ്പിക്കാൻ അനുവാദം തന്നത്? ചോദ്യം ചോദിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യതകൾ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് അനുവദിക്കുന്നു കർത്താവേ? എന്തുകൊണ്ടാ ഈ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്? ഇത് അനുവദനീയമല്ല, ഇത് നിയമത്തിനപ്പുറമാണ്. ഈ കാര്യങ്ങളൊക്കെ എന്താ ദൈവമേ എന്റെ ജീവിതത്തിൽ വരുന്നത്? ഞാൻ പറയാം, ദൈവമക്കളോടൊരു കാര്യം പറയാം. എന്തിനുകൊണ്ടാ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ആ ചമ്മട്ടിയുടെ അടി സ്വർഗം അനുവദിച്ചതെന്നറിയാമോ? ഞാൻ ഒരിക്കൽ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. റോമൻ കൽത്തളത്തിൽ ഇരുമ്പ് ദണ്ഡിനോട് ചേർത്ത് വെച്ച യേശുവിനെ കുനിച്ചു നിർത്തിയിരിക്കുന്നു. അന്ന് ഞാൻ കണ്ട കാഴ്ച എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയില്ല. അത് പറയുമ്പോഴൊക്കെയും എന്റെ ഹൃദയം ഹല്ലേലൂയ വിങ്ങുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. കാരണം ഹല്ലേലൂയ, അവൻ കുനിഞ്ഞു നിൽക്കുന്നതിന്റെ അടിയിൽ ഞാൻ നിൽപ്പുണ്ട്. അവൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യം കർത്താവ് പറഞ്ഞു, നിനക്ക് കൊള്ളണ്ട അടി അവൻ കൊള്ളുകയാ. എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ പുറം കാണിച്ചു കൊടുത്തു. അത് മാത്രമല്ല, അവന്റെ പുറം ഉഴവുചാല് പോലെ കീറിയെന്ന വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കുഞ്ഞേ എന്തിനാ ഉഴവുചാല് കീറുന്നത്? ഞാൻ പറഞ്ഞു, ഉഴവുചാല് കീറുന്നത് വിത്ത് വിതയ്ക്കാനാ. കർത്താവ് പറഞ്ഞു, അത് തന്നെയാ അവിടെ സംഭവിച്ചത്. ഇവനെ വെറുതെ ക്രൂശിച്ചാൽ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അവർ റോമൻ ഹല്ലേലൂയ കൽത്തളത്തിനകത്ത് വെച്ച് ഇവരെല്ലാവരും കൂടെ അടിച്ച് യേശു ക്രിസ്തുവിന്റെ പുറം ഉഴവുചാല് പോലെ കീറുമ്പോൾ അവർക്ക് കാണാൻ കഴിയാഞ്ഞ ഒരു സംഭവം അവിടെ നടന്നു. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നിന്റെ രോഗത്തിന്, നിന്റെ തലമുറയുടെ രോഗത്തിന്, അവന്റെ ഹല്ലേലൂയ മടങ്ങി വരെയുള്ള സകലരുടെയും രോഗത്തിന്റെ സൗഖ്യത്തിന്റെ വിത്ത് ഞാൻ ഉഴവുചാലിനകത്ത് പാകുകയായിരുന്നു. അന്യായമായി കഷ്ടമനുഭവിച്ച്, സങ്കടമനുഭവിച്ച്, ദുഃഖമനുഭവിച്ചു. പക്ഷേ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എന്റെ രോഗത്തിന് വേണ്ടി, നിങ്ങളുടെ രോഗത്തിന് വേണ്ടി അവൻ ആ അടിപ്പിണറേറ്റു. അന്യായമായി തലയിൽ ആ മുൾക്കിരീടം അടിച്ചു താഴ്ത്തി വെക്കുമ്പോൾ യൂസിഫസിന്റെ ചരിത്രം പറയുന്നു, മുള്ളുകളിലൊന്ന് അവന്റെ ബ്രെയിനിനകത്തൂടെ ക്രോസ് ചെയ്ത് അവന്റെ ഒരു കണ്ണിനെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. ഒരു ഐബോൾ പുറത്തേക്ക് വന്നു. ആ മുള്ളേൽ ആ ഐബോൾ തൂങ്ങിക്കിടന്നു എന്നാ ജോസഫസ് ചരിത്രം പറയുന്നത്. എന്തിനാ കർത്താവിനെ അങ്ങനെ വിരൂപനാക്കിയത്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അത്രയുമൊക്കെ ചെയ്തിട്ടും അത്ര വിരൂപനാക്കി ഒരു കണ്ണിനെ തള്ളി നിർത്തിയച്ച് മറ്റേ കണ്ണിനെ ആ സ്ഥാനത്ത് തമ്പുരാൻ സൂക്ഷിച്ചു. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ദൈവമക്കളോടൊരു ദൂത് പറയാം.
ശത്രുവായവൻ ഇത്രയൊക്കെ ചെയ്യാൻ അനുവദിച്ചാലും ദൈവം ചിലയിടങ്ങളൊക്കെ രണ്ട് കണ്ണൂടെ പുറത്തു വരാതെ തമ്പുരാൻ സൂക്ഷിക്കുന്ന ഒരു സമയം കൂടെ ഉണ്ട്. അന്യായമായി കഷ്ടവും സങ്കടവും അനുഭവിക്കാൻ വിടുമ്പോഴും ഒരു കൈ കൊണ്ടെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയം. യേശു ക്രിസ്തുവിന്റെ അങ്കി കീറി പകുത്തെടുക്കാൻ ആദ്യം ഒരു ചിന്ത വന്നു. ആ ഭാഗം നിങ്ങൾ വായിക്കണം കേട്ടോ. അപ്പൊ അവരിൽ ഒരാള് പറഞ്ഞു, നമുക്ക് കീറുണ്ടായത്, നമുക്ക് ചീട്ടിട്ടാ മതി. അതെന്തുകൊണ്ടാ സംഭവിച്ചത്? ചീട്ടിട്ടതിന്റെ കാരണം അവർ എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്ന് പറയുന്ന, എൻ്റെ അങ്കി കീറിപ്പോയില്ല, അതിനുവേണ്ടി ചീട്ടിട്ടു എന്ന് പറയുന്ന പ്രവചനം, വാക്തത്വം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ അത് ചെയ്തത്. എൻ്റെ ഒരു ചോദ്യം, യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശീകരണോ ആ കാര്യങ്ങളെല്ലാം കൂടെ ചില മണിക്കൂറുകളെ ഉണ്ടായിരുന്നു. യേശു മരിച്ചു കഴിഞ്ഞിട്ട് ഈ അങ്കിക്ക് ചീട്ടിട്ടാ പോരായിരുന്നു. പക്ഷേ അവൻ മരിക്കുന്നതിന് മുമ്പ് ഈ അങ്കിക്ക് ചീട്ടിട്ടു കേട്ടോ. എന്താ കാരണം എന്നറിയാമോ? ഒരു കണ്ണ് പുറത്തുപോയി, പക്ഷെ മറ്റേ കണ്ണ് കാഴ്ച നഷ്ടപ്പെടാതെ തമ്പുരാൻ സൂക്ഷിച്ചു വെച്ചു. എന്തിനു വേണ്ടിയാ? അങ്കി കീറിപ്പോകത്തില്ലെന്നുള്ള വാക്തത്വം കാണത്തക്കവണ്ണം ആ കണ്ണിനെ ദൈവം സൂക്ഷിച്ചു വെച്ചു. അന്യായമായി കഷ്ടവും സങ്കടവും ഒക്കെ അനുഭവിച്ച ഹല്ലേലൂയ സ്തോത്രം ഒരു കണ്ണിനെ തള്ളി പുറത്തേക്ക് കളയുന്ന ഒരു അനുഭവത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടെന്ന് വിചാരിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഇതിനങ്ങ് നടക്കുന്നത്. ഞാൻ ദൈവമക്കളോട് ഒരു ദൂത് പറയാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില വാക്തത്വങ്ങൾ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ചില വാക്തത്വങ്ങൾ, ചില പ്രവചനങ്ങൾ, അത് കാണത്തക്കവണ്ണം ദൈവം നമ്മുടെ കണ്ണിനെ മങ്ങിക്കാതെ സൂക്ഷിച്ചു വെക്കുവാനും കൂടെ അവൻ വിശ്വസ്തൻ തന്നെയോ. അവനത് ചെയ്യുവാൻ വിശ്വസ്തനാണ്. കർത്താവ് അത് നടത്തുവാൻ വിശ്വസ്തനാണ്. ദൈവമക്കളെ, മറന്നു പോകരുത്. സ്വർഗത്തിലെ ദൈവം അന്യായമായി കഷ്ടത്തിലൂടെ, സങ്കടത്തിലൂടെ, വേദനയിലൂടെ വിട്ടാലും അവൻ ചിലയിടങ്ങളൊക്കെ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിനായി സൂക്ഷിച്ചു വെക്കുന്ന ദൈവം. യേശു ഈ കഷ്ടത്തിലൂടെ, ഈ വേദനയിലൂടെ, അന്യായമായ കാരണങ്ങളിലൂടെ, കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുവൻ അന്യായമായി കഷ്ടവും ദുഃഖവും അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവനെ പൂർണ്ണനഗ്നനായി ക്രൂശിച്ചു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കും. പൂർണ്ണനഗ്നനായി ക്രൂശിച്ചു. എന്തിനാന്നറിയാമോ ദൈവമക്കളെ? എന്നെ എന്തിനാ കർത്താവ് ഇത്രയങ്ങ് വികൃതമാക്കുന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ എന്റെ മാന്യത മൊത്തം പോകുന്ന വിധത്തിൽ ഇങ്ങനെ പിടിച്ച് ഉരിഞ്ഞു കളയുന്നത്? എനിക്ക് ലജ്ജയ്ക്കായി. എന്തിനാ കർത്താവേ ഇത് നീ അനുവദിക്കുന്നത്? പലരോടും പറയാൻ എനിക്ക് മറുപടിയില്ലല്ലോ, വാക്കുകളില്ലല്ലോ. സങ്കടപ്പെട്ടാണോ ഈ ദൂത് കേൾക്കുന്നത്? അതൊരു അന്യായമാ. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മഹത്വത്തിന്റെ വസ്ത്രം തിരികെ കിട്ടണമെങ്കിൽ അവൻ നഗ്നനായേ പറ്റൂ. അവൻ അതിനകത്തൂടെ പോയേ പറ്റൂ. ഒരു ചിലർക്ക് രക്ഷയുടെ വസ്ത്രം ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ചില താഴ്ചകളും നഗ്നതകളും ഒക്കെ ദൈവം അനുവദിക്കുന്നു എങ്കിൽ സങ്കടപ്പെടണ്ട. ഒരു ചിലർ മഹത്വത്തിലേക്ക് വരുമെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ദൈവമക്കളെ, നമുക്കതിനായി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്,
അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. അന്യായമായി കഷ്ടവും സങ്കടവും അനുഭവിക്കുന്ന ദൈവമക്കളെ, അവിടത്തെ വാക്ക് ശ്രദ്ധിച്ചോ, അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ. പരിഹാസം തീരുന്ന ഒരു സമയമുണ്ട്, ഇത് തീരുന്ന ഒരു സമയമുണ്ട്. യേശുവിനെ പോലും പരിഹസിച്ച് തീർന്ന ഒരു സമയമുണ്ടായിരുന്നു. അവന്റെ മേൽ തുപ്പിയത് നിർത്തിയൊരു സമയമുണ്ടായിരുന്നു. അവന്റെ തലയിൽ കോലുകൊണ്ട് അടിച്ചത് നിർത്തിയൊരു സമയമുണ്ടായിരുന്നു. ഒരു കണ്ണ് പുറത്തോട്ട് വന്നപ്പോൾ എന്നാൽ മറ്റേതും കൂടെ വരുന്നത് വരെ അടിക്കാമെന്ന് ശത്രുവിന് തോന്നിയില്ല. അവനെ കായ്ക്ക നിയന്ത്രണം വെച്ച് ഒരു സ്വർഗം ജീവിക്കുന്നുണ്ട്. അവനൊരു അതിരിട്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും അതിനെ വിടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ ചോദിക്കുമായിരിക്കും, ഹല്ലേലൂയ, സ്തോത്രം, തീർന്നില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? ഇനി എന്താ ബാക്കിയുള്ളത്? ഈ വിലാപ്പുറത്തോട്ടും കൂടെ കുത്തിക്കയറ്റുന്നത് എന്തിനാ? ഈ ഹൃദയത്തെ ഇങ്ങനെ തകർക്കുന്നത് എന്തിനാ? കർത്താവേ, മതി. ക്രൂശിക്കപ്പെട്ടല്ലോ, നഗ്നയാക്കപ്പെട്ടല്ലോ, വിരൂപമാക്കപ്പെട്ടല്ലോ, പരിഹസിക്കപ്പെട്ടല്ലോ, തുപ്പലേൽക്കപ്പെട്ടല്ലോ, ഒരു ജീവശവം പോലെ ആയില്ലേ? ഇനിയും എന്തിനാ ഈ കുത്തുന്നത്? ജോസഫിനോട് ചോദിച്ചാൽ ജോസഫസ് പറയോ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ചരിത്രം വിളിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ആ കുത്തിയ പടയാളി അവന്റെ ഒരു കണ്ണ് കാണാത്തവനായിരുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ചരിത്രം വിളിച്ച് പറയുന്നു, ആ കുത്തിയ സമയത്ത് വിലാപ്പുറം തുറന്ന് രക്തവും വെള്ളവും തെറിച്ച സമയത്ത് ആ രക്തത്തിന്റെ ചില തുള്ളികൾ അവന്റെ കണ്ണിലേക്ക് വന്ന് വീണിട്ട് അവൻ കാഴ്ച പ്രാപിച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ, അല്ലയോ കുത്തുന്ന പടയാളിയെ, നിന്റെ കുന്തത്തിലൂടെ ഊറി വരുന്ന ആ രക്തം നിന്നെയും കൂടെ വീണ്ടെടുക്കാനുള്ള രക്തം. ആരെങ്കിലും അങ്ങനെ മനഃപൂർവമായി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നൊഴുകുന്ന സുവിശേഷത്തിന്റെ ആ നദി അവരുടെയും കൂടെ കാഴ്ച പ്രാപിക്കാൻ ഇടയാക്കട്ടെ, അവരുടെയും കൂടെ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കട്ടെ. ഒരുവൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും സങ്കടവും അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. മക്കളെ, പ്രധാനമായും 3 പേരുടെ ജീവിതത്തിലൂടെയാണ് പോയത്. ജോസഫിന്റെ ജീവിതത്തിലൂടെ നമ്മൾ ഒരു കാര്യം പഠിച്ചു, യേശു ക്രിസ്തുവിന്റെ നിഴലാകാൻ തമ്പുരാൻ ചിലത് അനുവദിക്കുന്നു. ഇയ്യോബിനെ പോലെ അനേകരെ ഉറപ്പിക്കുന്ന ചിലതൊക്കെ അധരത്തിൽ നിന്ന് പുറത്തു വരാൻ ദൈവം ചിലത് അനുവദിക്കുന്നു. യേശുവിനെ പോലെ മറ്റുള്ളവരുടെ പൂർണ്ണ രക്ഷയ്ക്ക് മുഖാന്തരമാകുവാൻ, സൗഖ്യത്തിന് കാരണമാകുവാൻ ദൈവം ചിലത് അനുവദിക്കുന്നു. നടുവിൽ ഞാൻ ദൈവമക്കളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, ക്യാൻ യു ബി ദാറ്റ് പേഴ്സൺ? കർത്താവിന്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുക്കാമോ? കൊടുത്തിട്ട് പറയാമോ, കർത്താവേ, ഹിയർ ഐ ആം, ഞാനിതാ കർത്താവേ. ഒരു കാര്യം ഞാൻ പറയാം, കൊടുത്തു കഴിയുമ്പോ അത്ര വലിയ ഈസി ഒന്നുമല്ല. ഇന്നത്തേതുപോലെ ഞാൻ ഓർക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. പലവട്ടം ശക്തമായ ദൈവ സാന്നിധ്യം ഇറങ്ങിയ പല മീറ്റിങ്ങുകളിലും ഒരു വിധിയെ പോലെ, കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ എന്തുമാകാം, നീ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം തന്നാലും നിന്നെ വിട്ട് ഞാൻ പോകില്ല, എനിക്ക് നീ മതി, നിന്റെ ക്രൂശ് മതി, നിന്റെ സാന്നിധ്യം മതി എന്ന് പറഞ്ഞ് എന്റെ കാലിൽ കെട്ടി വീണ് കിടന്ന ചില സമയങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അന്നൊന്നും അത് പറയുമ്പോൾ ഇതുപോലെയുള്ള ശോധനയ്ക്കകത്തുകൂടെ പോകേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ കർത്താവ് അതിനകത്തൂടെ വിട്ടെങ്കിലും കരിയാൻ അനുവദിച്ചില്ല, ആ ശോധനയ്ക്കകത്ത് തീരാൻ അനുവദിച്ചില്ല. അവൻ കൈക്ക് പിടിച്ചു,
ചേർത്ത് പിടിച്ച് നിൽക്കേണ്ട സമയത്ത് അവൻ ചേർത്ത് പിടിച്ചു. ആരും ഇല്ലെന്ന് തോന്നിയപ്പോ ഒത്തിരി രാത്രികളിൽ ഞാനുണ്ട്, ഞാൻ മതി എന്നുള്ള ശബ്ദം കൃത്യമായി അവൻ കേൾപ്പിച്ചു. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഒരുപക്ഷെ യോഗം നടത്തുന്ന പാസ്റ്ററോ നിങ്ങളെ ഇതിലേക്ക് നയിക്കുന്ന വ്യക്തികളോ ആരും അന്ന് കൂട്ടിനില്ലെങ്കിലും കർത്താവ് കൂട്ടിനുണ്ട്. ആരെല്ലാം വിട്ടേച്ചു പോയാലും അവൻ വിട്ടിട്ട് പോകത്തില്ല. 100% ഉറപ്പ്, പോകത്തില്ല. കാരണം അവന് പോകാൻ കഴിയില്ല. അവന്റെ രക്തം കൊടുത്ത് വാങ്ങിച്ചതാ, അതുകൊണ്ട് പോകാൻ കഴിയും. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവിനോട് പറയാൻ കഴിയുമോ, കർത്താവേ ഹിയറായ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരും. പൂർണ്ണഹിതം പരിപൂർണഹിതം പരമപിതാവിന്റെ പൂർണ്ണഹിതം, പൂർണ്ണഹിതം പരിപൂർണഹിതം പരമപിതാവിന്റെ പൂർണ്ണഹിതം. വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമത്തിനായി സ്തോത്രം. ഒരുവൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അത് അങ്ങേക്ക് പ്രസാദമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. അങ്ങയുടെ നിഴലാകാൻ വേണ്ടിയാ ഞങ്ങളെ അതിനകത്തൂടെ വിടുന്നെങ്കിൽ പോകാനുള്ള കൃപ ഞങ്ങൾ അങ്ങയോട് ചോദിക്കും. കഠിനമായ തീച്ചുളയ്ക്കകത്ത് നിന്ന് പരാതിയും പരിവട്ടവും സങ്കടവും ഒന്നുമല്ല. ഇയ്യോബിനെ പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എന്റെ സാക്ഷി സ്വർഗത്തിലുണ്ടാവും, എന്റെ ജാമ്യക്കാരവീരത്തിലുണ്ട്. എന്റെ ദേഹം ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണ് തന്നെ അവനെ കാണും. അങ്ങനെയൊക്കെയുള്ള ചില ഉറപ്പുകൾ, അനേകരെ ഉറപ്പിക്കുന്ന ചില വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഞങ്ങളിവിടെ പുറത്തു വരത്തക്കവണ്ണം ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് അതിന് പ്രാപ്തിയില്ല. But you can. I can do all things through Christ Jesus who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുതൽ സകലത്തിനും മതിയായിരുന്നു. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെല്ലാം കാണത്തക്കവണ്ണം എത്രയും വലിയ ശോധനയുടെ നടുവിലും അങ്ങ് ഞങ്ങളെ ശേഷിപ്പിക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. അത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ ദൈവസഭയെ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ഒരു കൃപ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറച്ചാട്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. അവസരമൊരുക്കിയ ദൈവസഭയോട് പ്രത്യേകം നന്ദി പറയുന്നു. പാസ്റ്റർ അജീഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ ഫോർ ജോയിനിങ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് അടുത്തൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്യും. ദയവേത് എന്നോട് ക്ഷമിക്കണം. എനിക്കിങ്ങനെ ഈ ആശീർവാദം പറയുന്നതിന് മുമ്പ് മീറ്റിംഗിൽ നിന്ന് പോകുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാ. പക്ഷെ ഇതെനിക്ക് ഒട്ടും ഒഴിവാക്കാൻ, ഞാൻ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിന് ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു.